ഇതെങ്ങനെ കട്ടാവുന്നു എനിക്ക് ഈ സിനിമ എന്ന് അറിഞ്ഞൂട്ടോ അതൊക്കെ ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ടെക്നിക്കലി നിങ്ങൾ എന്റെ മൊബൈല് മാറ്റുന്നോണ്ടാണ് പ്രശ്നം. ഇഫ് ഐ ആം യൂസിങ് മൈ ഓൺ മൊബൈൽ പഴയതാണെന്ന് പറഞ്ഞ നീ എന്നെ കൊണ്ടുപോയി കളയൂടാ. ഹലോ ഗൈസ്, വെൽക്കം ടു കോട്ടയം. ഹായ് ജെസ്സി ആന്റണി, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെ പറയണ്? 1999 അയ്യോ ബിഗ് ബോസ് കണ്ടതിന്റെ ഒരു ഹാങ് ഔട്ടിലാണ് ഞാനുള്ളത്. ആക്ച്വലി ഇതിനകത്ത് ഹാങ് ഓവർ ആ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇന്ന് രാവിലെ നമ്മുടെ കോഴി വഴക്കിടക്കാണ്, അവിടെ ഭയങ്കര സീരിയസ് വഴക്കിടക്കാണ്. ജാൻമണി എന്തോ ഒരെണ്ണം പറഞ്ഞു, അപ്പൊ സ്പെല്ലിങ് തിരുത്തി കൊടുക്കുന്നു, ഗ്രാമർ തിരുത്തി കൊടുക്കുന്നു, സ്പെല്ലിംഗ് അല്ല ഗ്രാമർ തിരുത്തി കൊടുക്കുന്നു. അയ്യോ, യുവമാർഗം ഉണ്ട് അത്. നമ്മള് പാവം മലയാളം മീഡിയം പാവമുണ്ടേ. 2ാം ക്ലാസ്സും ഗുസ്തിയാണ്, നമുക്ക് വലിയ പഠിത്തമൊന്നുമില്ല. നമ്മൾ ഇച്ചിരി ഇംഗ്ലീഷ് ഒക്കെ പറയുമ്പോ തെറ്റ് കുറ്റങ്ങളൊക്കെ വരും. അപ്പൊ ഇവന്മാര് വലിയ ഇംഗ്ലീഷുകാരന്മാർ നമ്മളെ ഒരുമാതിരി ഉപദേശമാണ്. പക്ഷെ ഞാൻ സ്കോർ ചെയ്യണ എപ്പോഴാണെന്നറിയാമോ? തിരിച്ച് 2 മലയാളം പറയും പൊട്ടന്മാര്, മലയാളം അറിഞ്ഞുകൂടാത്ത മണ്ടന്മാര്. നമ്മളല്ലേ പവർ, മലയാളമല്ലേ പവർ. തമിഴ് തരും. വീട്ടിലെത്താറായോ? ഇല്ലടേ, കുറെ കൂടി ദൂരമുണ്ട്. എന്നപ്പോ വിചാരിച്ചു എന്നാ പിന്നെ ഇതങ്ങ് തകർത്ത് കളയാന്ന്. ഞാൻ ഇന്ന് വന്ന വിശേഷം പറയട്ടെ. ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ അല്ലെങ്കിൽ മറന്നു പോകും. സ്കിറ്റ് കിട്ടുക്കാച്ച് സൂപ്പർ സ്കിറ്റ്. പക്ഷെ എന്താ ചെയ്യാം, പെർഫോമൻസ് ഒക്കെ വേസ്റ്റ് ആണ് കേട്ടോ. എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. സീരിയസ്ലി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിൽ ഒരാളുടെ പെർഫോമൻസ് ഓക്കെ പോലെ തോന്നിയത് അർജുൻ്റെതാണ്. എന്റെ ക്യൂട്ട് ബേബി ബബ്ലി എന്തൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എങ്ങും എത്തിയില്ല. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ സ്കിറ്റില് നമ്മളിപ്പോ ഇങ്ങനെ ഒരു പ്രോഗ്രാം അവർ ഇത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഈ പ്രോഗ്രാമില് ഓരോരുത്തരെയും ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, ജാസ്മിനെയും ഗബ്രിയെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ഇവർക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് ആ ഇമിറ്റേഷൻ നടക്കുന്നത് എങ്കിൽ അവർ ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ നമ്മൾ എത്ര ഹേർട്ടഡ് ആകണം. നമ്മളെ ഒരു ഫീലിംഗ് അല്ല, ഇവര് കാണിക്കുന്ന പേക്കൂത്തുകള് നമ്മൾ സഹിക്കുകയല്ലേ, നമ്മൾ ഇതിന് ടോളറേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇറ്റ്സ് വെരി റെഡിക്കുലസ് അല്ലേടേ ഇത്. നമുക്കിത് സഹിക്കാൻ വയ്യ. സത്യമായിട്ട് കേസ് കൊടുക്കും ഞാൻ. അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ സ്കിറ്റില് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറേയൊക്കെ എനിക്ക് കാണാൻ പറ്റാണ്ട് പോയിട്ട് ഇതിന്റെ ഒരു അപ്ഡേഷൻ ചാനലുണ്ടായിരുന്നു, അതിൽ നിന്നാണ് കുറേയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഭാഗമൊക്കെ ഞാനിരുന്ന് കണ്ടു. കാരണം ഇവൻ വണ്ടി ഓടിക്കുമ്പോൾ അത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ പറയും ഇപ്പം ഇറക്കി വിടുമെന്ന്. എനിക്കത് തീരെ കാണാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ലാസ്റ്റ് പോർഷനാണ് ഇപ്പോഴാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവർ വിചാരിക്കുന്ന നമ്മൾ തീരെ മണ്ടന്മാരാണെന്നാണ്. മനസ്സിലായില്ല? ഓഡിയൻസ് എന്ന് പറയുന്ന ആൾക്കാർ തീരെ വിവരമില്ലാത്തവരെന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് അവരുടെയൊക്കെ പെർഫോമൻസ് പോകുന്നത്. ആക്ച്വലി ഈ റൂം ലോക്കായി എന്നുള്ള ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കുന്നിടം വരെ അവർക്ക് പ്രശ്നമൊന്നുമില്ല. അവർക്ക് വേറെ പണിയൊന്നും ചെയ്യാൻ വയ്യ. അവർക്ക് ഏത് നേരം മുറിക്കകത്ത് കയറി ഇരിക്കണം എന്നുള്ള ടീമുകൾ തന്നെയാണ്. ഇനി ഇതുപോലെ ലോക്ക് വീഴും എന്നുള്ള ഭയം കൊണ്ട് ഇതുങ്ങൾ മുറി കയറി ഇരിക്കാതിരിക്കും എന്നുള്ളത് സൈക്കോ ബിഗ് ബോസിന്റെ ഒരു ടാലന്റ് തന്നെയാണ്. അത് സൂപ്പർ ആയിരുന്നു. ഇത്രയും ദിവസം അവിടെ ഉണ്ടായിരുന്ന പവർ ടീം ഒന്നും അല്ല എന്ന് തെളിയിക്കാൻ ഈ പവർ ടീമിന് സാധിച്ചു എന്നുള്ളതാണ്. ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇങ്ങോട്ട് പിടിച്ചാലും അങ്ങോട്ട് പിടിച്ചാലും പ്രശ്നമുണ്ടാക്കാൻ കാത്തിരിക്കുന്ന, അതായത് മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീഴുന്ന ഒരു അനുഭവമാണ് ജാസ്മിൻ ഗബ്രി. ഇവർ രണ്ടുപേരും എന്തെന്ന് പറഞ്ഞാലും മോങ്ങാനിരിക്കുകയാണ് അവര് തലയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്ന കണക്കാണ്. ഇവര് എന്ത് സാധനം കൊണ്ടുവന്നാലും അവർ കരയും. അപ്പൊ അത് ഭയങ്കരമായിട്ട് ആലോചിച്ച് ചെയ്യേണ്ട ഒരു ഗെയിമാണ്. സിബിൻ സ്കോർ എന്ന് പറഞ്ഞാൽ പൊളിച്ചങ്ങ് തകർക്കുന്നുണ്ട്. അല്ലെങ്കിൽ തിരുവനന്തപുരം മാസടാ. ഞാൻ കേറിയപ്പോഴേ പറഞ്ഞില്ലേ, തിരുവനന്തപുരത്തരം പയ്യനല്ലേ, അവൻ പിന്നെ വിടുക. ഒരെല്ല് കൂടുതലാണ് ഞാൻ പറഞ്ഞില്ലേ. ഈ തൊട്ടിത്തരമാണ് കൊല്ലക്കാരുടെ മെയിൻ മോട്ട്. ജാതി അല്ല, ജില്ല വ്യവസ്ഥയായിട്ട് നമ്മൾ പറയുന്നത്. ഈ തൊട്ടിത്തരമൊന്നും അവിടെ യേശുവില്ലെന്ന് മനസ്സിലായില്ലേ? അത് ബ്രില്യൻസിയാണ്. തലയിൽ ആളുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് വെച്ച് പെരുമാറും. ഷിബിനെ പറയാൻ വാക്കുകളില്ല. ചില മിസ്റ്റേക്കൊക്കെ ഉണ്ട്, അത് ഞാനങ്ങ് വിഴുങ്ങുന്നത്, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇതിനകത്ത് പലരും എടുത്തു വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, സൂചന പോലെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത്
ജാസ്മിനെ കെയർ ചെയ്യുന്നില്ല. ഭർത്താവാണ്, അച്ഛനാണ്, സഹോദരനാണ്, അപ്പൂപ്പനാണ്, അങ്കിളാണ്, അമ്മുമ്മയാണ്, അയലത്തെ വീട്ടിലെ ചെറുക്കനാണ്, പഴയ കാമുകനാണ്, പുതിയ കാമുകനാണ്, ഇനി ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന കാമുകനാണ്, തേച്ച കാമുകനാണ്, തെക്കാൻ പോകുന്ന കാമുകനാണ്, തെക്കപ്പെടാൻ പോകുന്ന കാമുകനാണ്. ഒക്കെ ആണെങ്കിലും മെൻസസ് ആയിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ബാത്റൂമിൽ പോകണമെന്നൊരു ആവശ്യം പറയുമ്പോൾ അതിനെ കൺസേൺ ചെയ്യാതെ തന്റെ ഈഗോയ്ക്കാണ് വാല്യൂ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾ കണ്ടു എന്നാണ് പലരും പറയുന്നത്. അയ്യേ, എനിക്കത് ഒട്ടും പിടിച്ചില്ല കേട്ടോ. അവന്റെ ഈഗോയ്ക്കല്ലേ ഫസ്റ്റ് പ്രിയോറിറ്റി. അവള് ഡിസേർവ് ചെയ്യുന്ന ഒരു പാർട്ട്ണറാണ് അവൻ. സത്യമായിട്ടും അവള് ഡിസേർവ് ചെയ്യുന്ന പാർട്ട്ണറാണ് അവൻ. അവന് കറക്റ്റ് അവളുടെ പൾസ് അറിയാം, അവള് പറയണ കള്ളാണെന്ന് അവനറിയാം. ഇനി മെൻസസ് ഒന്നല്ല, 5-6 ദിവസം മെൻസസിന്റെ ഡ്രസ്സ് മാറ്റിയല്ലേനും ഒരു കുഴപ്പമില്ല. അത്ര ക്ലീനാണ് അവള്. ഈ ഹൈജീൻ എന്നൊക്കെ പറഞ്ഞാൽ അവളെ കണ്ട് പാച്ചണം. 2-3 ദിവസം കുളിക്കാത്ത മാടം. മെൻസസ് ടൈം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ 2 times ഒക്കെ നമ്മൾ കുളിക്കും. ഇനിയിപ്പോൾ അവളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നേരം പോലും കുളിക്കത്തില്ല. പിന്നെ അത് കുഴപ്പമില്ലെന്നേ, ഇറ്റ് ഈസ് ഓക്കെ. ഇതൊക്കെ കവറപ്പ് ചെയ്യാനുള്ള പാഡുകളൊക്കെ അവൈലബിൾ അല്ലേ, നൈറ്റ് ഫുൾ ഇട്ടുകൊണ്ടിരിക്കാനുള്ള പാഡ് അവൈലബിൾ അല്ലേ. പിന്നെ അതും കൂടെ ഇരിക്കട്ട് മെഷാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കളത്തരം. എന്നിട്ട് ഡോർ ഓപ്പൺ ചെയ്ത ദ വെരി നെക്സ്റ്റ് മൊമെന്റ് റൺ ചെയ്യണത് നമ്മളെ കാണിക്കണമായിരുന്നു. എങ്കിൽ അവള് ജനുവനായിരുന്നു. അവനെ കെട്ടിപ്പിടിച്ച് അവനെ മുത്തം കൊടുത്ത് നമ്മൾ ജയിച്ചിടാന്ന്. പൊട്ടത്തിയാ കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു പൊതുബോധമില്ലാത്ത ഒരു മരപ്പൊട്ടത്തി പീറ പെണ്ണാണ്. നീ 10% കൂടെ ഉള്ളു. വീടെത്തിയാലും നിങ്ങൾക്ക് എന്നെ കാണാൻ. ഇല്ല വെച്ചാൽ ഞാനിപ്പോ തീർക്കും. കാരണം 10% ഡാറ്റ വെച്ച് നത്തിങ് ഇടൂ. ഇടത്തിരി താടാ വൈഫൈ. പാവല്ലട മമ്മി, ഇത്തിരി വൈഫൈ ഇതാടാ മക്കള് പ്ലീസ്. ചക്കിക്കൊത്ത ചങ്കരൻ ഗബ്രിയാൻ മുല്ലപ്പൂ. കറക്റ്റ്. സത്യമായിട്ടും രണ്ടുപേരും ഏറ്റ ജോഡികളാണ്. രണ്ടുപേരും പരസ്പരം നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ് ഫോർ ദം, വെരി ബെസ്റ്റ് ഫോർ ദം, ബിക്കോസ് ദേ ആർ വെരി ജെന്യുവിൻ. ഐ ലൈക്ക് ദം. എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വേണം പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇരിക്കണം. അവനവന്റെ കാര്യം മാത്രം ഷെൽഫ്. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു കാക്കാനായിട്ടില്ല. ഇനി ഇവർ രണ്ടുപേരുടെ പാതിരാത്രിക്ക് ഒരു സിനിമയ്ക്ക് പോകണമെന്ന് വെക്കാം. ആളുകൾ വളഞ്ഞിട്ട് പിടിച്ചു എന്ന് വെക്കാം. ഇവളെ റേപ്പ് ചെയ്യും, നീ ഒന്നും നില്ലടാ, അല്ലെങ്കിൽ ഇവളെ തല്ലിക്കൊല്ലുന്ന റേപ്പ് ചെയ്യണമെന്ന് അവൾ പറയും പറ്റൂല, എനിക്ക് വരുന്ന നിങ്ങൾ അവനെ തല്ലിക്കൊല്ലുന്നു എന്ന് പറയും. ഇനി തിരിച്ചാണെങ്കിൽ അവൻ പറയും കുഴപ്പമില്ല, നീ തല്ലിക്കൊല്ലുക, റേപ്പ് ചെയ്യുക, എന്താ വെച്ചാൽ ഞാൻ ഓടി രക്ഷപ്പെടട്ടെ എന്ന് പറയും. അതാണ് രണ്ടും. അതിന്ന് തെളിവായി ആളുകളെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ശ്രമമാണ് സിബിൻ നടത്തിയത്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് സിബിന്റെ ആ ഒരു പ്ലേയോട് ഇഷ്ടക്കുറവുണ്ട്. അത് വേണ്ടായിരുന്നു. അവരുടെ റിലേഷൻഷിപ്പ് റോങ് ആണെന്നോ അവരുടെ റിലേഷൻഷിപ്പ് ഡെപ്ത് ഇല്ലാത്തതാണെന്നോ ഒന്നും പറയേണ്ട കാര്യം ആർക്കുമില്ല. അത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. അവർക്ക് ഇഷ്ടമുള്ളവരെ പ്രണയിക്കാനുള്ള എല്ലാ ഇതുമുണ്ട്. നല്ല ലൈഫാണോ നാറിയ ലൈഫാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗം ഞാൻ ജാസ്മിൻ്റെതും പറയും. കാരണം എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന ആ ചെറുക്കൻ്റെ ഫൈസൽ, ആ പയ്യന്റെ കേസ് പറയുമ്പോൾ പിന്നെ അതിന്റെ കൂടെ ചേർത്ത് വെച്ച ഒരു കാര്യം കൂടെ പറയണ്ട, ഇത് പറഞ്ഞു തീർന്നിട്ട്. അതായത് ഫൈസലിന്റെ കേസ് പറയുമ്പോൾ പബ്ലിക്കിൽ അനൗൺസ് ചെയ്യാൻ പറ്റാത്ത തക്കവണ്ണം അവ അത് രഹസ്യമാക്കി വെക്കാൻ പറഞ്ഞിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതേ സാധനം തന്നെ അവൾ അത് സായിയോട് ചോദിക്കുന്നുണ്ട്. ഈ കാര്യം പുറത്തായോ, നമ്മളിത് രഹസ്യമാക്കി വെച്ചിരുന്നതല്ലേ, ഇത് പുറത്തായോ എന്നൊരു ചോദ്യം അവൾ ചോദിക്കുന്നുണ്ട്. അപ്പം അതിന്റെ അർത്ഥം നമ്മൾ കാണാത്തൊരു പിക്ചർ അവളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. അതെന്താണെന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ അവൾ ഇത്രയും പബ്ലിക്കായ ഒരിടത്ത് അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഭാഗം കൂടെ ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് അവൾ ഒന്ന് പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ. എന്തായാലും വെളുപ്പിക്കാൻ വേണ്ടി മാഡത്തിന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ശരി, വെളുക്കെട്ട്, നമുക്കത് വിട്ടേക്കാം, ആ കേസേ വിടാം. പ്രണയമാണെന്ന് അവർ സമ്മതിച്ച സ്ഥിതിക്ക് അവരത് സമ്മതിച്ചില്ലേ, പിന്നെ ഇനിയിപ്പോ എന്താ പ്രശ്നം? ട്രാൻസ്മിഷൻ അൺസ്റ്റേബിൾ ആണ്. പ്രണയ നില മനയ നില പ്രണയ നില മധുര നില പ്രണയ നില മതിയാ. ശരി. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ട്രാൻസ്മിഷൻ അൺസ്റ്റേബിൾ ആയതുകൊണ്ട് ഒരു പാട്ട് പാടിയതാണ് കേട്ടോ. ആക്ച്വലി അതെന്താണ് പ്രശ്നം നമുക്ക് അറിയത്തില്ല. അപ്പൊ അവൾ അത് തുറന്നു വന്ന് പറയട്ടെ, അല്ലെങ്കിൽ അവൻ തന്നെ അത് പബ്ലിക്കിൽ കൊണ്ടുവരട്ടെ. ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതും ഭാര്യ വീട്ടുകാരെ സോപ്പിട്ട് ഭാര്യ വീട്ടിലൊക്കെ പോയി നിൽക്കുന്നതും ഒന്നും ഒരു കുഴപ്പമില്ലാത്ത കേസാണ്. അതൊന്നും സാറില്ല. സായിയുടെ വൈഫ് പറയുന്നത് ഇറ്റ് ഈസ് ഓക്കെ, ക്വൈറ്റ് നാച്ചുറൽ, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ആയ എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് വലിയ കാര്യമാണ്, ഇറ്റ്സ് ഓൺലി എ ഗെയിം, നിങ്ങൾ തിരിച്ചു വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണമെന്ന്. അതായത് അഫ്സലിനെ ഉപദേശിക്കുകയാണ് സായിയുടെ കെട്ടിയോള്. എടി പൊന്നോളെ, നീ തന്നെയാണ് ഈ പറയുന്ന സൊസൈറ്റിക്ക് ഒരുപാട് മോഡൽ സാധനങ്ങൾ കൊണ്ട് കൊടുത്ത ഒരു മഹത്വ വ്യക്തി. നിങ്ങൾ രണ്ടുപേരും ലിവിങ് റിലേഷൻഷിപ്പ് ആയിരുന്നെന്നും
ആണെന്നും ചേനയെന്നും ഒക്കെ നമ്മുടെ സായി എണ്ണം പറയുന്നുണ്ട്. പക്ഷെ എനിക്കതങ്ങോട്ട് ബിലീവ് ആവുന്നില്ല. എന്താണെന്നറിയാമോ, ഈ മിസ്റ്റർ അച്ഛനെന്ന് അങ്ങനെ കണ്ട മോഹൻലാലിന്റെ ഒരു സിനിമയുണ്ടല്ലോ, മോഹൻലാലിന്റെ ഒരു സിനിമ പൃഥ്വിരാജ് മകനായിട്ടുള്ള ആ സിനിമയുടെ ഒരു കോപ്പി പേസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. റിയാലിറ്റി എന്തായാലും നിങ്ങൾക്കല്ലേ അറിയാവൂ. പുറത്ത് പറയുന്ന കഥകൾ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞല്ലേ നമുക്കറിയുള്ളൂ. അപ്പോൾ പുറത്ത് വേറെ അന്വേഷണങ്ങൾക്കൊന്നും എനിക്കറിയത്തില്ലല്ലോ. ഏതായാലും അതൊരു സിനിമ സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവർ ബാംഗ്ലൂർ പോയാം, അവിടെ വെച്ച് ഇവർ മീറ്റ് ചെയ്താം, ഇവർ രണ്ടുപേരുടെ ലിവിങ് ടുഗദറാം, പിന്നീട് നാട്ടിൽ വന്നാം, അപ്പൻ പറഞ്ഞാം ശ്രീധനം വേണമെന്ന് പറഞ്ഞാം, പറ്റൂല എന്ന് പറഞ്ഞാം. ശരി, നമ്മളെല്ലാം വിശ്വസിച്ച്. സായി എണ്ണം പൊട്ടി പൊളിഞ്ഞ് പാളീസായി നിൽക്കുകയാണ്. വാഴയെന്ന് പറഞ്ഞാൽ മര ഊളയായിട്ട് നിൽക്കുകയാണ് അവൻ. കാരണം ആ ഗ്രൂപ്പ് തോറ്റു പോകാനുള്ള കാരണം അവനാണെന്ന് ഞോറ അങ്ങ് വരുത്തി തീർക്കുകയാണ്. ഞോറയ്ക്ക് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടുള്ള കളി ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും പുതിയ എക്സാമ്പിളാണ് സായിയോടുള്ള അവളുടെ ആറ്റിറ്റ്യൂഡ്. കാലത്ത് സായിയുമായിട്ടുണ്ടായി നടന്ന ആ കോട്ടിപ്പിടുത്തത്തിൽ നിന്ന് അവൾക്ക് നല്ല ഈഗോ ഹേർട്ട് ആയിട്ടുണ്ട്. അവൾ തിരിച്ച് പണി കൊടുക്കുകയാണ്. സായിക്കെതിരെ ഭയങ്കര ഡിസ്കഷനാണ് അവിടെ നടക്കുന്നത്. അർജുനെ കൂട്ടുപിടിച്ചിട്ടാണ്. പക്ഷെ അർജുൻ ഓപ്പൺ ആയിട്ട് അത് പറയാൻ തയ്യാറല്ല. നമ്മൾ പ്രൊമോയിൽ, അതായത് പോകുന്ന സമയത്ത് ഒരു ഇൻട്രോയിൽ കാണിച്ചിട്ട് പോയ അർജുനേ അല്ല അതിനകത്ത്. ദാറ്റ്സ് വാട്ട് ഐ എം സെയിങ്. ഇവരുടെ ഒരു വിഭാഗത്തിനെ ആക്രമിക്കുന്നതായിട്ട് ആർക്കും തോന്നണ്ട. സം മാനർ, നമ്മളുടെ പേഴ്സണാലിറ്റിയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇവരുടെ ഈ ഒരു വിഭാഗം ഉള്ളത്. അത് മാറ്റി നിർത്തപ്പെടണം. അത് ഭയങ്കര ടെററായിട്ട് വന്ന് ഭയങ്കരമായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം കൊണ്ടുവന്ന് ഫ്ലോപ്പ് ആക്കിയതാണ് അർജുൻ. പട്ടി ഷോ. അതേ സാധനം തന്നെ ആളുകളെ വലിപ്പിച്ചുകൊണ്ട് അവരെ പറ്റിച്ചുകൊണ്ടും അവർ അവിടെ നിലനിൽക്കാം എന്നുള്ള സായിയുടെ ആ പൊട്ട കളിയുണ്ടല്ലോ, അതിനകത്ത് വെച്ചാൽ നീ കട്ടർ മനഃപൂർവ്വം കൊണ്ടിടുന്നില്ലേ, അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ നല്ല റോഡിൽ തന്നെയാണ് നീ പോകുന്നത്. എടാ പോടാ, ബിക്കോസ് നേരത്തെ എന്തായിരുന്നു, കട്ടറല്ലായിരുന്നു. ആർക്കെങ്കിലും വേണം, ഞാൻ അവനെ കളയാൻ തീരുമാനിച്ച്, അവനെ ഞാൻ വിൽക്കാൻ തീരുമാനിച്ചു. ആർക്കെങ്കിലും വേണം. അതായത് അവൻ നല്ല ടെററായിട്ട് അതിനകത്ത് കയറിയ ശേഷം ഇപ്പൊ അവൻ കിടന്ന് പഴം വിഴുങ്ങി സംസാരിക്കുന്നു. നോറയ്ക്ക് സപ്പോർട്ടിന് ആളില്ല കേട്ടോ. നോറ നല്ലപോലെ ബൂസ്റ്റപ്പ് ചെയ്ത് സ്ക്രൂ ചെയ്ത് കൊടുക്കുന്ന നടക്കുന്നില്ല. ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ കണ്ട് അവസാനിപ്പിക്കുമ്പോൾ ഇപ്പോഴത്തെ, അതായത് ആ അപ്ലോഡ് ചെയ്ത ആ ഒരു ഇതാണ്, ആ ഭാഗമാണ്. അത് കണ്ട് അവസാനിപ്പിക്കുമ്പോൾ നടന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബിനുമായിട്ട് ഫസ്റ്റ് ക്ലാസ് കോട്ടി പിടുത്തമാണ്. പക്ഷെ ഇമോഷണലി നന്നായി ഡാമേജ്ഡ് ആണ് അല്ലേ? ഇമോഷണലി നല്ല ഡൗൺ ആണ് അവൾ. നോറയല്ല, ജാസ്മിൻ. ആണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അഭിനയിക്കുന്നതാ. എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഐ ആം ഓക്കെ, ഐ ആം ഡൺ. ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ഗബ്രിയും ചെയ്യും. അതായത് അവൾക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ, ഇവർ രണ്ടുപേരും തമ്മിലുള്ള കോംബോ നമുക്കൊക്കെ അസൂയ ഉളവാക്കുന്നു എന്നാണ് അവൾ വിചാരിക്കുന്നത്. അവിടെയാണ് ആ പെണ്ണിന്റെ തോൽവി. നമുക്കതിനകത്ത് അസൂയയല്ല, നമുക്ക് സിമ്പതിയാണ് തോന്നുന്നത്. കാരണം രണ്ടുപേരും ആപ്റ്റായ രണ്ട് പ്ലേയേഴ്സ് ആണ്. അവർ തനിയെ കളിക്കുകയാണെങ്കിൽ രണ്ടുപേരും നല്ല കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നേനെ. രണ്ടുപേരും ക്രൂക്കഡാണ്, രണ്ടുപേരും മെന്റലി ഇല്ലാണ്, രണ്ടുപേരും വികാര ജീവികളാണ്. രണ്ടു പേർക്കും കോഴിത്തരവും ഉണ്ട്. സോ ഇതെല്ലാം കൂടെ എന്താ മെന്റൽ ഇൽനെസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നശിപ്പിക്കാനും മറ്റുള്ളവരെ ഇകഴ്ത്താനും മറ്റുള്ളവരെ സൈക്കോകളാക്കി ചിത്രീകരിക്കാനും സാധിക്കുന്ന ഒരു തരം പ്രത്യേക വ്യക്തിത്വങ്ങളെ ഞാൻ മെന്റൽ എന്ന് പറയും. അതവരങ്ങനെയാണ്, അവർ രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. അർജുൻ എന്ന വാഴ ആകെ വായ തുറക്കും. ശ്രീധുവിന്റെ അടുത്തേക്ക് ആരെങ്കിലും കൂടുതൽ കൂട്ടായാൽ കൂടുതൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ. ഇതിനകത്ത് അൻസിബയും ഋഷിയും കൂടെ ആരെങ്കിലും കൊണ്ടുവരണമായിരുന്നു. കാരണം അതും ഒരു കോംബോ ആണല്ലോ. എന്തുകൊണ്ട് അത് കൊണ്ടുവന്നില്ല എന്ന് എനിക്ക് അറിയത്തില്ല. മേ ബി നോബഡി നോട്ടഡ്. പക്ഷെ അൻസിബയുടെ ഗ്രൂപ്പിലല്ലാതെ വേറെ ഏതെങ്കിലും ഗ്രൂപ്പിലായിരുന്നു ജാസ്മിൻ എങ്കിൽ അൻസിബയും ഋഷിയും തമ്മിലുള്ള ആ ഒരു ഇതിനെയും കൂടെ അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത്. പിന്നെ ജാൻമണി അത് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ജിൻഡോ അത് ആസ്വദിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതേപോലെ തന്നെ തിരിച്ച് ഗബ്രിയും അവളും അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ശ്രീരേഖ കുറച്ച് ഓവറായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ, മാനേജബിൾ. എനിക്ക് ഓവറായിട്ടാണ് ഫീൽ. ഓൾവേസ് എനിക്ക് അവള് ഭയങ്കരമായിട്ട് ഓവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ബട്ട് ഓക്കെ, മാനറീസ് ഒക്കെ ഏകദേശം സിമിലർ ആയിട്ടുണ്ട്. അർജുൻ്റെ അത് മാസീവായിരുന്നു. അർജുൻ പറഞ്ഞു ജിൻഡു ചേട്ടാ അത് സൂപ്പർ ആയിരുന്നു കേട്ടോ. അത് പൊളിസാണ്, അതിനകത്ത് അതൊന്നും പറയാനില്ല. പിന്നെ ഏതോ ഒരു റെഡ് കളർ ഡ്രസ് ഇട്ടിട്ട് അൻസീബ, അവൾക്ക് ആരെങ്കിലും ആ പാട്ടൊന്ന് പാടിക്കൊടുത്തിരുന്നേ കൊള്ളായിരുന്നു. അത് തമിഴ് പാട്ടിന് പകരം ഹിന്ദി ആയിരുന്നേ കുറച്ചുകൂടെ ആപ്റ്റ് ആയിരുന്നേന. ഇതൊക്കെ നമ്മുടെ സജഷൻസ് ആണ്, ഞാൻ കണ്ടപ്പോൾ പറയാൻ തോന്നിയ കുറെ കാര്യങ്ങളാണ്. ആൻഡ് ദ റെസ്റ്റ് ഓക്കെ, കൊള്ളാം, സൂപ്പർ, നല്ലൊരു എപ്പിസോഡ് എന്ന് തന്നെ പറയാം. വലിയ ഇതൊന്നുമില്ല. പക്ഷെ ഇത് നമ്മൾ ഡേ ടൈമിൽ കാണുമ്പോൾ ഭയങ്കര ലാഗ് ആയിരുന്നു. ആൻഡ് മോർണിംഗ് ടാസ്കിൽ നടന്ന, ഐ മീൻ
മോർണിംഗിൽ നടന്ന കുറേ അധികം ഭാഗങ്ങൾ അവർ മിസ്സാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് ആ മോർണിംഗ് ഭാഗം കൂടെ ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. ബിക്കോസ് അതായിരുന്നു കീ പോയിന്റ് ഇന്നത്തത്. സത്യം പറഞ്ഞാൽ അതായിരുന്നു ശരിക്കും ഇന്നത്തെ യഥാർത്ഥത്തിലുള്ള ഒരു കണ്ടന്റ് എന്തെന്ന് ചോദിച്ചാൽ മോർണിംഗിൽ നടന്ന ആ ഫൈറ്റും അതിനോടനുബന്ധിച്ച് ജാസ്മിനും ഗബ്രിയും അവിടെ കിടന്ന് കാണിക്കുന്ന ചവറ് പറക്കൽ വർത്തമാനവും ഒക്കെയാണ്. പിന്നെ ഇവരെ ഇനിയിപ്പം എലിമിനേഷനിലൊന്നും കൊണ്ടുവരുന്ന പ്ലാനൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ അവിടെ നിൽക്കട്ടെന്ന് ആരും വേണ്ട. പിന്നെ പലരും ജിൻഡോയെ കളിയാക്കുന്നത് പോലെ കളിയാക്കിയത് മുഴുക്ക എനിക്ക് ഫീൽ ചെയ്തത് ജാസ്മിനെയും ഗബ്രിയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ എവറി വൺ അവരൊരു കണ്ടന്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് വാട്ട്, അവരൊരു കണ്ടന്റ് ആണെന്നാണ് അർത്ഥം. ആകെ മൊത്തത്തിൽ ദേ ആർ ദ ബെസ്റ്റ് കണ്ടന്റ് എവർ ഗ്രീൻ. അതിന് നീ ഏതാ പോത്തേന്ന് അല്ല ഇത് ചോദിക്കുന്ന എരുമമാട്, നീ ഏത്? അപ്സര ജിൻഡോ ആയി പൊളിച്ചു. അത് പക്ഷെ ആ ഒരു സാധനത്തില് അപ്സരയാണെന്ന് പോലും തോന്നുന്നില്ല കേട്ടോ. അത്രയ്ക്ക് റിയാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്സര ആണ് അതെന്ന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഉണ്ടായിരുന്നു. പുറത്ത് വന്നാൽ KD ജാഫർ ഗബ്രിയെ മരുമോനായി താലം വെച്ച് സ്വീകരിക്കുമായിരിക്കും. പിന്നെന്താ ചെറുക്കനിക്ക് എന്താ കുഴപ്പമെന്താ? അവനെന്താ കുറവെന്താ? നല്ല പയ്യനല്ലേ, എഞ്ചിനീയർ പയ്യനാണ്, അത്യാവശ്യം ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്. അവ സമ്പാദിക്കില്ല എന്നുള്ളത് സെക്കൻഡറിയാണ്. അത്രയൊക്കെ സ്റ്റാറ്റസ് ഒക്കെ പോരെ. അയ്യക്കത് മതി. ചേച്ചി എനിക്ക് തോന്നിയത് ജബ്രി കോംബോ ആണ് ടോപ്പ് TRP. ബാക്കിയുള്ളവർ നന്നായി കളിച്ചാൽ അവർക്ക് സ്ക്രീൻ സ്പേസ് കിട്ടും. അല്ലെങ്കിൽ കണ്ടന്റ് വാല്യൂ കൊണ്ട് ജബ്രി കോംബോ ഫൈനൽ കയറും. കപ്പ് ജാസ്മിന്. അത് ഞാൻ ഉണ്ണിയായിട്ട് ഞാനത് പറയല്ലേ, എത്ര ദിവസം കൊണ്ട് ഞാൻ പറയണം. അമ്മയല്ല സമ്മതിക്കാത്തത്. കറണ്ട് ഇല്ലടാ, അമ്മയാണ് സമ്മതിക്കാത്തത്. അങ്ങനെയല്ല ആനയാ ചേനയാ ചക്കയാന്നൊക്കെ. എന്തോ കാലെന്തോ പറ്റിയെന്ന് തോന്നണം. ഒരു മിനിറ്റ്, ഞാൻ ഇനി നിങ്ങളുടെ കമന്റ്സ് വായിക്കട്ടെ. പ്രണയ നീലാഹ. ഓ ഞാൻ തിരിക്കൂലേ, മിണ്ട അവിടെ ഇരിപ്പില്ലേ, ഓടുന്ന എവിടെ? സായിയുടെ മുടി നരച്ചത് കൊണ്ടാണ് അവൻ കളർ ചെയ്തത്. അതെന്താ മുടി നരയ്ക്കുന്ന ഒരു കുറ്റമാണോ? മുടി നരച്ചൂടെ ചേട്ടാ? മുടി നരച്ച എന്താ കുഴപ്പം? മുടി നരച്ചിട്ട് ഇവിടെ ഇരിക്കണ്ട, അപ്പുറത്ത് വെച്ചാൽ മതി. മുടി നരച്ചാൽ എന്താ പ്രോബ്ലം? എല്ലാവർക്കും 10 വയസ്സേ ഉള്ളൂ. ആരും വയസ്സാവത്തില്ല, ആരും പ്രായമാകത്തില്ല. ഗ്രൂ അപ്പ് മാൻ, പ്ലീസ് ഗ്രൂ അപ്പ്. ജാസ്മിൻ ഗബ്രി തമ്മിൽ തെറ്റിപ്പിക്കുവോ? അതിന് അവർ വിചാരിച്ചാൽ പറ്റും? ഒരിക്കലും ഇല്ല. അവർ തമ്മിൽ തെറ്റൊന്നുമില്ല. അവർ തമ്മിൽ തെറ്റില്ല. കാരണം ഇപ്പോ ജാസ്മിന് അവിടെ ആകെ ഒരു ഫേവറായിട്ട് നിൽക്കുന്നത് അവൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും അവൾക്ക് എഗൻസ്റ്റ് ആണ്. അവള് നിൽക്കുന്ന റൂമിൽ പോലും അൻസിബിക്കൊന്നും അവളെ ഇഷ്ടമില്ല, ഒരു കാരണവശാലും അവളുമായിട്ട് ചേർന്ന് പോകില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ വെറുതെയാണ് നമ്മൾ ആ പ്രതീക്ഷ വെക്കുന്നത്. അവരാരുമായിട്ട് അവള് ചേർന്ന് പോകത്തില്ല. 100% അവരുടെ കൂടെ നിൽക്കാൻ യോഗ്യത ഉള്ളത്, അല്ലെങ്കിൽ അവളെ കൂടെ നിൽക്കുന്നതും ഗബ്രി തന്നെയാണ്. അത്രയേ ഉള്ളൂ. മുടി നരച്ചത് കൊണ്ടാണോ ആ നരച്ച കളർ തന്നെ ഇട്ടത്? ചുമ്മാതേടോ, അതുകൊണ്ടൊന്നുമല്ല. ചേച്ചി ഇഷ്ടമാണ്. താങ്ക് യു. ഞാൻ എങ്ങനെയും ഓടി വീടെത്താനായിട്ട് പാഞ്ഞു വരികയായിരുന്നു കൂട്ടുകാരെ, എത്ര വേഗത്തിലേക്ക്. നാട്ടിൽ പോയാൽ തിരിച്ചെത്തുക എന്നുള്ളത് ഇതെന്ത് വൈദ്യ തിരിച്ചെത്തുക എന്നുള്ളത് നല്ലൊരു ബഹദുമല കയറുന്ന പ്രശ്നമാണ്. സെറ്റാക്കിക്കോട്ടെ. ഇപ്പൊ സെറ്റായില്ലേ? ഓക്കെ. താടി കളഞ്ഞത് എന്തിനാ? ആരുടെ താടി? ജാസ്മിൻ ഗബ്രി ഒന്ന് തമ്മിൽ തെറ്റിപ്പിക്കോ? അതിന് അവർ വിചാരിച്ചാൽ പറ്റും. എന്തിനാ അവർ തെറ്റണ്ടേ? അവർ നല്ലോട്ട് ഇരിക്കട്ടെ. ഇന്ന് ഡെൻ റൂം പൂട്ടിയത് മനുഷ്യത്വ വിരുദ്ധമാണ് എന്നൊക്കെയാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ. പക്ഷെ ഐ ഡോണ്ട് ബിലീവ് അങ്ങനെ മനുഷ്യത്വ വിരുദ്ധമായി എന്തെങ്കിലും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളേ എക്സ്ട്രീം ലെവൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. ഷോപ്പിംഗ് എന്നൊക്കെ പറയാൻ പറ്റുമെന്ന്, വീട്ടിലുള്ള ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ട്. ഇല്ലടാ മോനെ? നമ്മളെ കാണുമ്പോഴേ നാത്തൂന്റെ മുഖം ഒരു കൊട്ട നിറയും. വന്നിട്ടുണ്ട്, മൊത്തം നുള്ളി പറക്കേണ്ടി പോകുന്നു.
ഉമ്മ ആണെങ്കിൽ കണ്ണും മൂക്കും ഇല്ലാതെ വാരി ഇടിക്കാത്ത വരികയും ചെയ്യും. ചേച്ചി സുന്ദരിയാണ്. അത്ര സൗന്ദര്യമൊന്നുമില്ലടെ, ഉള്ള സൗന്ദര്യമൊക്കെ മതി കേട്ട്. നമ്മള് ഉണക്ക മീൻ ഇരിപ്പുണ്ടെന്ന്. ബിഗ് ബോസ് അനൗൺസ്മെന്റ്. ഗബ്രി, നിങ്ങൾ ഒരു അച്ഛനായിരിക്കുന്നു. കൺഗ്രാറ്റ്സ്. എപ്പാ ഒറ്റയ്ക്ക് കളിച്ച് ജയിക്കാൻ ജാസ്മിന് കേപ്പബിലിറ്റി ഉണ്ട്. ബട്ട് എന്തിനാണ് ഈ വാഴയെ അവൾ താങ്ങുന്നത്? അവക്ക് കേപ്പബിലിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മതിയാ? അവക്കും കൂടെ തോന്നണ്ടേ? അവൾക്ക് ഒരു കേപ്പബിലിറ്റി ഇല്ല. അവൾക്ക് ആ വാഴയെ താങ്ങിയാലേ മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു കാരണവശാലും അവൾ രക്ഷപ്പെടത്തില്ല. അവൾക്ക് ആ പഴയ 16 അവൾ നന്നാവാൻ പോകുന്നുമില്ല. വേസ്റ്റാണ് അവളുടെ പിറകെ നടക്കുന്നത്, അവളെ സപ്പോർട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ മണ്ടത്തരം, ആന മണ്ടത്തരം എന്നതിനപ്പുറം ഒന്നുമില്ല. നീ ചത്തില്ലേ? അതെന്താ ഞാൻ ചാവാൻ നിനക്ക് നീ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ എന്നെ കൊല്ലാനായിട്ട്? എടാ റവൂഫ് അലി, എടാ മുറിയണ്ടി, ഞാൻ ചാവാനായിട്ട് നീ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്താ? ഇതിലെ കോമഡി താടിയും മീശയും വെച്ചിട്ട് ഞാൻ വായിച്ചില്ല കേട്ടോ. പോട്ടെ. സിബിൻ സൂപ്പർ, ജാസ്മിന് സത്യമാണ് സത്യം. ജബ്രിമാർ അവരുടെ ബന്ധം എന്താണെന്ന് പറയാത്തിടത്തോളം രണ്ടുപേരും ഫുൾ പ്ലാനിങ്. അവർക്ക് മനസ്സിലായി അവരാണ് ഇവിടെയുള്ള എല്ലാവരുടെയും കണ്ടന്റ്. അവർക്ക് മനസ്സിലായിട്ടൊന്നുമല്ല. അവർ ആരും കണ്ടന്റ് അല്ലെങ്കിലും അവർ വീണ്ടും ഞങ്ങളാണ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ മുൻകൈ എടുത്ത് നിൽക്കുകയാണ്. ക്യാമറ സ്പേസ് എവിടെയുണ്ടോ അവിടെ ജാസ്മിനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും തന്നെ. പക്ഷെ ഇന്ന് ഒരു ഇത് സംഭവിച്ചിട്ടുണ്ട്. അവരുടെ ടീമാണ് ജയിച്ചിരിക്കുന്നത്. അവർക്കാണ് ഇന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു പ്രശ്നമാണ്. സിജോ തിരിച്ചു വരുമ്പോൾ വരുമെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് ഉണ്ടെന്നാണ് കേട്ടത്. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി. കണ്ണൻ പറയുന്നുണ്ടായിരുന്നു. അവൻ പറയുന്നത് അവൻ പ്രഡിക്ഷൻ ഒക്കെ കറക്റ്റ് പറയുന്ന ആളാ. അപ്പോൾ അത് ഉണ്ടാകാനാണ് ചാൻസ്. വരുമെന്ന് തോന്നണം. ഒരു ഗേൾ എങ്ങനെ ആകാൻ പാടില്ല എന്ന് ജാസ്മിനെ കാണിച്ചു തരുന്നുണ്ട് സെലസ്റ്റി മേരി. ചേച്ചി പൊളിയ വാഴ. ശരി, ആയിക്കോട്ടെ. സിബിൻ ജാസ്മിൻ ബോധം കെട്ട് വീഴുന്ന പോലെ കാണിച്ച് കളിയാക്കി. സിബിൻ ശരിക്ക് ആപ്റ്റൊരു എതിരാളി തന്നെയാണ് സിബിൻ. കൃത്യമാണത്. പവർ ടീം സർവ്വാധികാരിയാണ്. ഇങ്ങനെയാണ് പവർ കാണിക്കേണ്ടത്. കറക്റ്റാണ്. സൂപ്പറായിരുന്നു കേട്ടോ. പക്ഷെ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നറിയുമോ? ഇനി ഈ മുറിക്കകത്ത് കയറി ഒരു കഥവടച്ചിരിപ്പുണ്ടല്ല, അതിനൊരു സമാധാനം ഉണ്ടാവും. അത് സത്യമായിട്ട് ഇത് അനിവാര്യമായ ഒരു ചെയ്ത്താണ്. സത്യമാണ്. നമ്മൾ ഏതുനേരം ബെഡ്റൂമിൽ കയറി ഇരിക്കുന്ന ഒരു നല്ല രീതിയൊന്നുമല്ല. അത് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ വന്ന് നമ്മൾ ബെഡ്റൂമിൽ കയറി ഇരിക്കുന്ന പോലെയല്ല. 24 മണിക്കൂർ ഒരു ജോലിയും ചെയ്യാതെ 24 മണിക്കൂറും ബെഡ്റൂമിനകത്ത് തന്നെയാണ് രണ്ടെണ്ണം. അപ്പം അത് നല്ലൊരു പരിപാടിയായിരുന്നു. ഹായ് ഷെബി. ജാസ്മിൻ കപ്പ് കൊണ്ടുപോകില്ല. ആരാ പറഞ്ഞ ശിവാനി? ജാസ്മിൻ തന്നെയാണ് കപ്പ്. ജാസ്മിൻ ഗബ്രി ഒന്ന് തമ്മിൽ തെറ്റിപ്പിക്കോ? അതിന് അവർ വിചാരിച്ചാൽ പറ്റും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ആദ്യത്തെ കുറച്ച് കമന്റ് വിട്ടു തോന്നുന്നു. ഫുൾ ഫ്രീഡം ചാനൽ അടിപൊളി. എൻ്റെ ഓൾഡ് അക്കൗണ്ട് ചേച്ചി ബ്ലോക്ക് ആക്കി. ഞാൻ അതിന് മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ. നാണം കെട്ട ജാതികൾ ബിഗ് ബോസ് മെമ്പേഴ്സ്. പുറത്ത് വന്നാൽ KD ജാഫർ വായിച്ചു എന്നാണ് തോന്നുന്നത്. കണ്ടു സായിയുടെ കെട്ടിയോളുടെ. എന്തൊരു ബോറ് ഒരു ഇതാണ്. സായിയുടെ കെട്ടിയോൾക്ക് എന്താണ് അതെന്ത് വർത്താണ്? ബ്രോഡാഡി സിനിമ. ബ്രോഡാഡി സിനിമയ്ക്കകത്താണ് ഈ സെയിം സായിയുടെ അതേ സ്റ്റോറി തന്നെയാണ് ബ്രോഡാഡി. സായിയുടെ കെട്ടിയോൾ പറഞ്ഞത് സായിയുടെ കെട്ടിയോക്ക് മാത്രം കൊള്ളാവുന്നതാണ്. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി. പാർട്ട്ണർ മറ്റൊരാളെ ചിന്തിച്ചാൽ പോലും വാക്കൗട്ട് ചെയ്യുന്ന പെണ്ണുങ്ങളാണ് ഇപ്പോഴുള്ളത്. ആണുങ്ങളും അതെ. പകരം അതുകൊണ്ട് ടോളറേറ്റ് ചെയ്തു, അത് അഡ്ജസ്റ്റ് ചെയ്തു. നാളെ അവർക്ക് വീണ്ടും വന്നവനെ കല്യാണം കഴിച്ച ശേഷം വീണ്ടും ഈ ഫീലിംഗ് ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു? ഒരാൾക്ക് കമ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ കമ്മിറ്റഡ് മീൻസ് കമ്മിറ്റഡ്. സിജോ വന്നാൽ ഇനി ശരിയാകൂ. സിജോ വന്നാലും സിബിൻ എഗൻസ്റ്റ് ആകാനാണ് ചാൻസ്. കാരണം സിജോയുടെ കൂടെ സിബിൻ ചേർന്ന് പോകത്തില്ല. സിജോ വരണം. അർജുൻ എന്ന വാഴ ആകെ വായ തുറക്കും. ശ്രീധുവിന്റെ അടുത്തേക്ക് ആരെങ്കിലും കൂടുതൽ ഇല്ല. അർജുൻ മാത്രമല്ലല്ലോ, ഇവൻ കളിക്കാത്തത് കൊണ്ട്, ഇവൻ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാത്തത് കൊണ്ട് മാർക്ക് കിട്ടാത്തെന്ന് നോറ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പറയുന്നതാണെങ്കിൽ പോലും അതൊരു ട്രൂ ഫാക്റ്റാണ്. അവൻ കളിക്കുന്നില്ല. അവൻ എവിക്റ്റ് ആവേണ്ട കേസാണ്. ഇനി തോൽക്കാൻ എന്തിരിക്കുന്നു? രണ്ടും തോറ്റു തുന്നം പാടി. അർജുൻ സായിയുടെ മുടി നരച്ച
ജാസ്മിൻ പൂർവാധികം ശക്തിയോടെ സംസാരം, അതിന് അവൾക്ക് എന്തെങ്കിലും ഇടയ്ക്ക് വെച്ച് സംഭവിച്ചാ? അവള് കേടി ജാഫറിന്റെ കേടി മോളാ, അവക്ക് എല്ലാം അറിയാം, അവക്ക് നല്ലപോലെ കളിക്കാൻ അറിയാം. ഇനി ഇത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് കുറെ അധികം പേര്, ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലും ഒരു കുട്ടി തല തിരിഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ, ആ പെങ്കൊച്ചിനെ എല്ലാവരോടും ആക്രമിക്കുന്ന നടക്കുന്നു, സൈബർ ബുള്ളിങ് അല്ലേ എന്ന്. ഇത് പറയുന്നവരടുത്ത് എൻ്റെ ഒരു ചോദ്യം, നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായാൽ നിങ്ങൾ ആ പെൺകുട്ടിയോട് ക്ഷമിക്കുമോ? നിങ്ങൾ സഹിക്കാൻ തയ്യാറാമോ? അത് വെറും വൃത്തികെട്ട സാധനമാണെന്നേ. അതിന്റെ ക്യാരക്ടർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. നമ്മള് ഞാനൊക്കെ 3 വർഷത്തോളമായി ചാനലും കൊണ്ട് നിൽക്കുന്നു. നമ്മൾ ഇതുപോലെ ഹലോ എൻ്റെ ഇതിങ്ങനെയാണ് അങ്ങനെയാണ് ഇല്ലാ വചനോ പൊല്ലാ വചനോ ഒന്നും പറഞ്ഞിട്ട് ഒരു സാധനവും പ്രൊമോട്ട് ചെയ്യുക അങ്ങനെ ഒന്നിനു കൂടെ നമ്മൾ വന്നവരല്ല. നമ്മൾ ആപ്റ്റായ കാര്യങ്ങൾ മാത്രം എടുത്ത് ഒരുപാട് പഠിച്ച് ചെയ്ത വീഡിയോസാണ് ഉണ്ടായിരുന്നത്. വേറെ ആർക്കും അങ്ങനെ ഒരാൾ സംസാരിക്കട്ടെ, ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അതവർ പറഞ്ഞോട്ടെ എന്ന് തോന്നുന്നതിന് പകരം ഒരാളെ വ്യക്തിഹത്യ എന്ന് പറഞ്ഞാൽ മാക്സിമം വ്യക്തിഹത്യ ചെയ്ത് അങ്ങ് തീർത്ത് കളഞ്ഞു. അതെന്തൊരു ഈസി വേ ആണെന്ന് ആലോചിക്കണം. ഒരു വ്യക്തിയെ അങ്ങ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ കൊടുത്ത് ചെയ്യാൻ. അപ്പൊ പണം അവള് സൊസൈറ്റിക്ക് കൊടുക്കുന്ന റോങ് മെസ്സേജസ് ആണ്. പവർട്ടിയും പവർ ഉപയോഗിച്ചാണ് അവളുടെ കരച്ചിലൊക്കെ കഴിഞ്ഞു. അവൾക്ക് കരച്ചിൽ ഇനി വരെ ഇപ്പൊ വരും, നാളെ വീണ്ടും ഒരു കരച്ചിൽ പ്രതീക്ഷിക്കാം കേട്ടോ. ബിഗ് ബോസ് അനൗൺസ്മെന്റ്. ഇതിലെ കോമഡി താടിയും മീശയും വെച്ചിട്ട് ലോക്കായ റൂമിൽ അപ്സരയുടെ ഒരു ദയനീയ നോട്ട. അത് കണ്ട് ചിരിച്ചു ചേച്ചു. ചേച്ചി, can you take a public response about Jasmine from Punalur? No, I am not interested. എനിക്ക് അങ്ങനെയൊന്നും പോയി ഒരു പബ്ലിക് ഒപ്പീനിയൻ അവിടെ വേണ്ട. പക്ഷെ ഞാനൊരു ഫോണിൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് നാളെ. അത് കുറച്ച് പേര് അവർ വന്ന് നിങ്ങൾക്ക് കുറച്ച് ഒപ്പീനിയൻ പറഞ്ഞു തരും പോരെ. കുറച്ച് പേർക്ക് പറയാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അത് വേണമെങ്കിൽ ഇപ്പോൾ വേണമല്ലോ. ഒരുപാട് പേര് അതിന് അങ്ങനെ ഒരു ഫോണിൻ പ്രോഗ്രാം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ ചെയ്യാം. ഒരുപാട് പേര് ഒപ്പീനിയൻ വന്ന് പറയും. ഇതിനിപ്പോൾ പബ്ലിക്കിൽ പോയി കൊടുക്കുന്നത് എല്ലാവരും ഇത് വാച്ച് ചെയ്യണമെന്നില്ല. ഇതിന് അഡിക്റ്റഡ് ആയ കുറേ മനുഷ്യരുണ്ട്. ദേ ഹാവ് വോയിസ്. അപ്പോൾ അവർ പറയും. അതുപോലെ പവർ ടീം സർവ്വാധികാരിയാണ്, ഇങ്ങനെയാണ് പവർ കാണിക്കേണ്ടത്. കറക്റ്റാണ്. സിബിൻ ജാസ്മിൻ ബോധം കെട്ടുവീഴുന്ന അത് ഞാൻ വായിച്ചില്ല. ജബ്രിമാർ അവരുടെ ബന്ധം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഇനി ഇല്ലാന്ന് പറയരുത്. നോറ സായി വിഷയത്തിൽ ആർക്കൊപ്പമാണ്? രണ്ടുപേർക്കൊപ്പവുമല്ല. ബോത്ത് ആർ വേസ്റ്റ്. നോറ ഒരു പരാതി പെട്ടിയാണ്. പേഴ്സണൽ ഗഡ്ജ് വെച്ച് പെരുമാറുന്ന പെണ്ണാണ്. വേസ്റ്റ് ആയിട്ടാണ്. എനിക്ക് ഇന്നത്തെ അവളുടെ പെർഫോമൻസിൽ ഞാൻ ഭയങ്കരമായിട്ട് നെഗ് അടിക്കുന്നുണ്ട്. തീർത്തും എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ വയ്യാത്ത ക്യാരക്ടറാണ് ഇന്നത്തെ നോറ. അങ്ങനെ ഒരു കിരിക്കിരിക്കിരിക്കിരിക്കിരിക്കിരുന്നിരുന്ന ഒരാൾക്കും ഇഷ്ടപ്പെടത്തില്ല. അതെന്തൊരു കിരികിരികിരിപ്പ്. കുറച്ചുകൂടെ മാന്യമായിട്ട്, കുറച്ചുകൂടെ. ബിഗ് ബോസ് ആദ്യ പേരക്കുട്ടികൾ പേളിഷ് കോംബോ, പിന്നീട് ഒരു കോംബോയിലും ഒന്നും നടന്നില്ല. അർജുൻ പൊളിയല്ലേ? അർജുൻ ശ്രീകുമാർ സായിയുടെ കൂടെ കൂടി. അത് രണ്ടും വാഴകളായതുകൊണ്ട് 2 വാഴയും കൂടെ ഒന്നിച്ച്, അത്ര തന്നെ. ഒരു പടുവാഴ കൂട്ടമാണ്. ഒറ്റ കാര്യം, ഇതിൽ കഴിഞ്ഞ സീസൺ നോക്കിയാൽ കേപ്പബിലിറ്റി ഉള്ള ഒറ്റ കണ്ടസ്റ്റൻസ് ഇല്ല. ബിഗ് ബോസ് താല്പര്യമില്ലല്ലോ. അയ്യോ, എന്ത് ചെയ്യാൻ പറ്റുമോ? അത് നമുക്കൊക്കെ അതിപ്പോൾ താല്പര്യമായിട്ടിരിക്കണം. ഇന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു മിടുക്കി ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് ഒരു തറ പ്രോഗ്രാമല്ലേ നിങ്ങൾ കാണുള്ളൂ? ആ ശരി, നമ്മൾ തറ പ്രോഗ്രാം കാണുന്നു. കഴിഞ്ഞ 5 ബിഗ് ബോസിന്റെയും സാധനങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു തറ പരിപാടി ആയിരുന്നു. ഇത്രയും നാൾ തറ അതാണ് കണ്ടത് അല്ലേ? തറേ മുല്ലപ്പൂ ഇങ്ങനെ കിടന്ന് അലറി പറയുന്നുണ്ടെങ്കിലും ലവളുടെ ഉള്ളിൽ ഹാപ്പിയാണ്. ഇനി സുഖമായി കുളിക്കാതെ ഇരിക്കാൻ പറയാലോ. പവർ ടീം പൂട്ടിയിട്ടത് കൊണ്ടാണ് കാരണമെന്ന് മുല്ലപ്പൂ. അത് മാത്രമല്ല, അവൾ അത് തമാശയ്ക്കാണ് എടുത്തത്. വളരെ തമാശയിൽ ലൈറ്റനായിട്ടാണ് എടുത്തത്. അത് ഗബ്രിയുടെ ബ്രെയിൻ വാഷിലാണ് അവളത് സീരിയസ് ആക്കിയത്. അല്ലെങ്കിൽ അവൾ തമാശയായിട്ട് എടുത്തു, കൊഞ്ചുന്നുണ്ടായിരുന്നു, ക്യൂട്ട്നെസ് ഓവർലോഡ് ആകുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അവരുമായിട്ടൊക്കെ മിങ്കിളായി സെറ്റ് ആകുമായിരുന്നു. ഈ ചെറുക്കനാണ് സമ്മതിക്കാതെ ഉള്ളത്. നിങ്ങൾ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് സംസാരിക്കുന്നതല്ലേ? ആണ്. ബ്ലാക്ക് ലവർ, ഓഫ് കോഴ്സ് എനിക്കത് തന്നെയാണ്. പേഴ്സണൽ ഗ്രഡ്ജ് തന്നെയാണ്. അത് മരണം വരെ ഉണ്ടാകും. ഇനിയിപ്പോൾ എന്താ, അങ്ങനെ ആകാൻ പാടില്ലെന്നുണ്ട്. ഞാൻ ബിഗ് ബോസിലല്ല കളിക്കുന്നത്. സംസാരിക്കുമ്പോഴുള്ള വലിച്ചു നീട്ടലും തുടർച്ചയുള്ള കരച്ചിലും മാത്രമാണ് നോറയുടെ 2 പോരായ്മകൾ. കറക്റ്റാണ്. അതാണ് വാസ്തവം. അത് ഭയങ്കര ബോറാണ്, ഓവറാണ്, വൾഗറാണ്. അജിത അശോകൻ, താങ്ക് യു. ഞങ്ങൾക്ക് ആ ടൈപ്പ് അല്ല ഗായ്സ്. അതിന് കബീഷിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. മുല്ലപ്പൂവിന്റെ നാട്ടിൽ പോയി ചോദിക്കാൻ. കബീഷ് അല്ലല്ല, മറ്റേ ജട്ടി ജിനുവാ പോയി ചോദിച്ചത്. ജട്ടി ജിനുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു KD ജാഫർ. ജട്ടി ജിനു വണ്ടി എടുത്ത് അവിടം വരെ പോയി ആവശ്യമുള്ളതൊക്കെ ചോദിച്ചുകൊണ്ട് വന്നു. ഇപ്പം അങ്ങനെ ചോദിച്ചാലും അവർ പറയുന്നത് പോലെയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അഭിപ്രായമില്ല. അപ്പം മറിച്ച് അഭിപ്രായമുള്ളവരുണ്ടാവത്തില്ലേ?
അത് അവർ തമ്മിൽ പ്രണയിക്കുന്ന തെറ്റെന്ന് ആരും പറയുന്നില്ല. അത് മോഹൻലാലിന്റെ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. പ്രണയിക്കാനല്ലേ പ്രണയിക്കട്ടെന്നേ. ഇനിയിപ്പോ എന്താ കുഴപ്പം? ഒരു ഉമ്മ വെക്കുകയോ പബ്ലിക്കിൽ കാണിക്കുകയോ അതൊക്കെ അവരുടെ താല്പര്യം, അതൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം ഇവിടുത്തെ പാർക്കുകളിലൊക്കെ പോയിട്ടിരുന്നിട്ട് പറയാൻ പറ്റുമോ ഇവിടെ ഇങ്ങനെ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അതാ ഓരോരുത്തരുടെ ഫ്രീഡമാണ്, നമുക്കത് വിലക്കാനാകത്തില്ല. നമ്മളത് കണ്ടിട്ട് മിണ്ടാതിരിക്കുക നിവർത്തിയുള്ളൂ. ഇതിലെ പ്രശ്നം എപ്പോഴാണ് ഇത് വലിയൊരു ഇഷ്യൂ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഫ്സൽ എന്നൊരു പറയുന്ന ഒരു വ്യക്തിയെ ഇവിടെ എൻഗേജ് ചെയ്ത് വെച്ചിട്ട് അവന്റെ പണം കൊണ്ടും ഡ്രസ്സൊക്കെ വരുത്തി അവന്റെ തന്നെ എല്ലാ ഫിനാൻഷ്യൽ സപ്പോർട്ടും വാങ്ങിയെടുത്ത ശേഷം അവനെ പറ്റിച്ചു എന്നുള്ളതാണ്. അത് തേപ്പെന്ന് പറഞ്ഞാൽ 1-2 പേരെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഈ തേപ്പ് അവൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായി നിരന്തരം അവൾ നടത്തുന്നത് തേപ്പാണ്. അക്കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അല്ലാതെ അവർ തമ്മിൽ പ്രണയിക്കണമെന്ന് പറയാനുള്ള ഭാഗം എനിക്കില്ല. ഞാൻ അത്തരമൊന്നുമില്ല. ഞാനൊക്കെ ഇങ്ങനെ ഈ മിശ്ര വിവാഹത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. ഇപ്പൊ എന്നെ ഒരാൾ വിളിച്ചിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേബിയാണെന്ന്. ബേബി എന്നോട് പറഞ്ഞ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ക്രിസ്ത്യാനിറ്റിയിൽ അന്യ മതത്തിലുള്ള പെണ്ണുങ്ങളുടെ മുടി തൊടുകയോ തലോടുകയോ ഒക്കെ ചെയ്യുന്നത് നരകത്തിലേക്കുള്ള ശിക്ഷയ്ക്ക് കാരണമാകും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനിക്ക് അത് വലിയ പ്രശ്നം. അതേപോലെ ഇതുപോലെ ഇസ്ലാമിയത്തൊന്നും നിറഞ്ഞൊരു പെൺകുട്ടിയൊന്നും അല്ല. അതൊക്കെ നിങ്ങൾക്ക് പിന്നെ റീൽസിലും റിലേയിലും ഒക്കെ കാണിച്ച ഒരു പെണ്ണാണ് അവള്. ഇപ്പൊ ഞാൻ കാണിക്കുന്നില്ല, ഉമ്മാരുടെ അടുത്ത് പോകുമ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് തലയിലിടലുണ്ട്. ഉമ്മയുടെ അടുത്ത് അങ്ങനെയൊന്നും കാണിച്ചില്ലെങ്കിൽ അവിടെ ബന്ധുക്കളുണ്ടെങ്കിൽ നമ്മൾ തലയിലിട്ടുകൊണ്ട് പോകും. അത് അവർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്ട്, അത്രയേ ഉള്ളൂ. അപ്പൊ അതുപോലൊരു തോന്നിവാസം അവളും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പൊ അവൾ അങ്ങനെയല്ലല്ലോ, അവള് മതത്തിനെയൊന്നും ബൂസ്റ്റപ്പ് ചെയ്യുന്നില്ല. അവള് മുമ്പ് ഏത് വീഡിയോ എടുത്തു നോക്കിയാൽ ഇൻഷാ അല്ലാ, മാഷാ അല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ഇങ്ങനെ കുറെ വേർഡ്സ് അങ്ങ് ഉപയോഗിക്കുന്ന കാണാൻ. ഇത്രയും ദിവസം അതിനകത്ത് നിങ്ങൾ അമ്മച്ചിയാണ് സത്യം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അവള് വല്ലാണ്ട് മാറിപ്പോയിരിക്കുന്നു. ഇന്നലെ ഗബ്രി, ഇന്ന് ജാസ്മിൻ സൈക്കോളജിസ്റ്റിനെ കണ്ടു. രണ്ടും വീണ്ടും കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലും ആയിരിക്കും പുറത്ത്. വൻ ഹിറ്റാണ് നമ്മൾ എന്ന് വിചാരിച്ച് വീണ്ടും സൈക്കോ ബിക്കോസ്. അവരുടെ കണ്ടന്റ് അതാണ്. നിങ്ങൾക്കത് മനസ്സിലാവാത്ത എന്താണ്? അവരുടെ കണ്ടന്റ്, ബിഗ് ബോസിന്റെ കണ്ടന്റ് ഇവർ രണ്ടുപേരെയും കൂടെ എങ്ങനെയും കെട്ടിപ്പിടിപ്പിക്കുകയും ഉമ്മ വെച്ച് കളിപ്പിക്കുകയും ചെയ്യുന്നതാണ് അവരുടെ കണ്ടന്റ്. നിങ്ങളത് മനസ്സിലാക്കണം. വെറുതെ ആവശ്യമില്ല തെറ്റിദ്ധരിക്കരുത്. ചേച്ചി സത്യഭാമ കേസ് അപ്ഡേറ്റ് എന്തായി? അതിനെപ്പറ്റി ന്യൂസ് ഒന്നും കേൾക്കുന്നില്ലല്ലോ. ആ കേസ് മുക്കിയോ? ആ കേസ് മുക്കാൻ പറ്റുമല്ലോ, കാരണം തെളിവില്ലല്ലോ. തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലേ നമുക്ക് ഇങ്ങനെ കേസ് എടുക്കാൻ പറ്റുള്ളൂ. അതിന് സിമിലർ ആയിട്ടുള്ള ഒരു വിഷയം ഇപ്പൊ റീസെന്റ് നടന്നിട്ടുണ്ട്. എനിക്ക് അതിന്റെ ആധികാരികത അറിയാത്തത് കൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയാത്തത്. ഞാൻ കുറച്ച് പെൺകുട്ടികളെ പിന്നെ ഷെഡ്യൂൾ കാസ്റ്റ് എന്നൊരു രീതിയിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതിന് എഗൻസ്റ്റ് ആയിട്ട് അവർ സംസാരിച്ചു എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ കറക്റ്റ് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എന്നാൽ സഹോദരൻ അയ്യപ്പൻ അറിയാമല്ലോ, നാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്നു. അത് ആ ഇതിനകത്തുള്ളതാണ്. അവരുടെ ആ സംഘത്തിലൊക്കെ അംഗമായിരുന്നാണ്. അപ്പം അവർ നടത്തിയിരുന്ന ഒരു പിന്നെ സദ്യ, അല്ല ഒരു ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതി, അതിനകത്ത് പുലയ സമുദായത്തിലുള്ള കുറച്ച് പേരെ കൊണ്ടുവന്ന് അവിടെ ഫുഡ് ഉണ്ടാക്കിക്കുന്നു. ആ ഫുഡ്, അതായത് അത് കൈവച്ച് തന്നെ ക്രിയേറ്റ് ചെയ്യണം. പുലയരെ കൊണ്ട് കൈവച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ വന്ന ജനങ്ങൾക്ക് അത് വിളമ്പുകയാണ്. ഫുഡ് കൊടുക്കുന്ന ഒരു ടൈമാണ്. ഈ ഒരു കാര്യം കണ്ടക്ട് ചെയ്തത്, അതായത് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ ആരാന്നറിയാം? ആദ്യത്തെ മന്ത്രിയൊക്കെയാണ്. നിങ്ങൾക്ക് ഞാൻ മുൻപ് ഇതിനെ പറ്റി വിപുലമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ അത് പറയണമെന്നേ ഉള്ളൂ. അപ്പൊ പുള്ളി അന്നത്തെ കാലത്ത് അദ്ദേഹം ഈഴവ സമുദായത്തിലാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ഈ സംഘത്തിലൊക്കെ അംഗമായ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി തന്നെയാണ്. അദ്ദേഹം മരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. ആദ്യത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അന്ന് ഭ്രഷ്ട് കൽപ്പിച്ച് ഈഴവ സമുദായത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് പുള്ളിക്ക് ഇട്ടുകൊടുത്തൊരു പേരാണ് പെലേൻ അയ്യപ്പൻ എന്ന്. സഹോദരൻ അയ്യപ്പൻ ഈഴവ സമുദായത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന് ഈ നാരായണ ഗുരുവിനേക്കാൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നാണ് നാരായണ ഗുരു പറഞ്ഞത്. അതേസമയം സഹോദരനപ്പ അയ്യപ്പൻ പറഞ്ഞത് മതവും ഇല്ല, ജാതി ഇല്ല, മനുഷ്യൻ ദൈവം പോലും ഇല്ലെന്നാണ് അങ്ങേര് പറഞ്ഞുകൊണ്ട് കിടന്നത്. അപ്പൊ അത്രയും സിവിയറായ അത് മാത്രമല്ല, യുക്തിവാദി സംഘമൊക്കെ ഉണ്ടാക്കിയതിന് അദ്ദേഹമാണ്. അപ്പൊ അത്രയും സിവിയറായി ചിന്തിക്കുന്ന ഒരു വ്യക്തി പുലയൻ എന്ന് പറഞ്ഞപ്പോ ഓക്കെ എന്ന് അക്സെപ്റ്റ് ചെയ്തു. എനിക്കും അതേ ടൈം തന്നെയാണ്. എനിക്ക് മനുഷ്യജാതി എന്നേ ഉള്ളൂ, ആൺജാതി പെൺജാതി. ഇപ്പതേ പുതിയ ഒരു വിഭാഗം. ട്രാൻസ്. അത്രേ ഉള്ളൂ. മറ്റേത് എനിക്ക് 2 ജാതിയേ ഉള്ളൂ, ആൺജാതി എന്നും പെൺജാതി എന്നും. അല്ല വേറെ എന്തോന്ന് ജാതി, വേറെ പുതിയ ജാതി എന്തോന്നും വരായിരിക്കുന്നത്. ഞാൻ പറഞ്ഞ വേർഡിൽ പിടിച്ചു തൂങ്ങി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ട് എന്നത് കൃത്യതയുണ്ട്. അതായത് നിങ്ങൾ അഡ്വക്കേറ്റ് ആകാം, തർക്കമില്ല. നിങ്ങൾക്ക് അഡ്വക്കേറ്റ് ആണ്, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇപ്പുറത്ത് നിൽക്കുന്ന എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നൊരു കുഴപ്പമേ ഉള്ളൂ.
ബാക്കി റെസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അതെനിക്കറിയാം എന്ത് പറയണമെന്നുള്ളത്. ഷെഡ്യൂൾ കാസ്റ്റ്, അതായത് സംവരണ അടിസ്ഥാനത്തിൽ പട്ടിക തിരിച്ചതിനെയാണ് ഷെഡ്യൂൾ എന്ന് പറയാം. അതിന്റെ മീനിങ് അങ്ങനെയാണ്. ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. സംവരണ അടിസ്ഥാനത്തിൽ പട്ടിക തിരിച്ച വിഭാഗത്തിനെയാണ് നമ്മൾ ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് പറയുക. അതിൽ SC/ST വരും, OBC വരും, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, അതുപോലെ SC/ST അതും വരും. അപ്പൊ അതിനകത്ത് വരുന്ന ഒരു വിഭാഗം തന്നെയാണ് ഞാൻ പറഞ്ഞ വ്യക്തി. അപ്പൊ അതൊരു വലിയ സംഭവമായതും അത് വലിയൊരു പ്രശ്നത്തിന് കുറി വെക്കുന്നതും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ സഹോദരൻ അയ്യപ്പൻ തൊട്ടുള്ള ലെവലിൽ കൊണ്ടുവന്ന് വെക്കും. അതിന് ആർജവമുള്ളവർ എന്നോട് കൂട്ടി പിടിക്കുക. അതായത് ഞാനങ്ങ് ബാക്ക് ഹിസ്റ്ററി തൊട്ട് ഇങ്ങോട്ട് എടുത്തോണ്ട് വരും എന്നാണ് പറഞ്ഞത് ചുരുക്കം. അതായത് നിസ്സാരമായിട്ട് ഞാൻ ഇത് വിടുകയുമില്ല. ഞാൻ എന്താ പിന്നെ കറുപ്പിനഴക് വെളുപ്പിനഴക്, കളറിന് ഇതുണ്ടോ, കളറിന്റെ ദാരിദ്ര്യമോ സത്യഭാമ ലെവലിലേക്കൊക്കെ കൊണ്ടുപോകാന്നുള്ള മധുര സ്വപ്നങ്ങൾ അയവിറക്കുന്നവർക്ക് സത്യഭാമയേക്കാൾ വൾഗറായ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ഞാൻ കൊണ്ടുവന്നിരുത്തും. ദാറ്റ്സ് മീ. ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു പൈങ്കിളി ഇതില്, അത് ജിനു കോട്ടയം തന്നെയാണ് അതിന്റെ കാരണക്കാരൻ. ആ ഒരു സെക്ഷനിലേക്ക് ഞാൻ വന്നുപോയി എന്നതൊഴിച്ചാൽ ഷെബീന ഇപ്പോഴും പഴയ ഷെബീന തന്നെ. അത് മറന്നുകൊണ്ട് ചെറിയ പ്രശ്നം ഇടയ്ക്ക് വന്നു എന്നുള്ളത് വാസ്തവം. അതുകൊണ്ട് ഷെബീന ലെവല് മാറി, ഷെബീന ആ പഴയ ഇതിലേക്ക് അങ്ങ് പോയി. അങ്ങനെ ഒരു ടൈമൊന്നുമില്ല. അന്നത്തെ ടെറർ തന്നെ ഇന്നത്തെ ടെറർ. അതായത് ഈ ഒരു വിഷയത്തിൽ ആപ്റ്റായ മറുപടി എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് ചുരുക്കം, രത്ന ചുരുക്കം. വലിയ സമുദായമായാലും പറയ സമുദായമായാലും ഏത് സമുദായമായാലും മനുഷ്യജാതി, ആൺജാതി, പെൺജാതി എന്നതിനപ്പുറം മറ്റൊരു കാര്യം എനിക്കില്ല. എന്തുവാ സംഭവം അത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു 2 മിനിറ്റ് ഞാൻ എൻ്റെതായ പേഴ്സണൽ സ്പേസ് എടുത്തുകൂടെ? ഇത്രയും നേരം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബിക്കോസ് അല്ലേ പറഞ്ഞത്. ഒരു 2 മിനിറ്റ് എനിക്ക് വേണ്ടി എടുത്തു, അത്രയേ ഉള്ളൂ. സാധാരണ ഇതിൽ അങ്ങനെ എടുക്കാറില്ലല്ലോ. അപ്പൊ ഇത് വേണമെങ്കിൽ റീലായിട്ട് അങ്ങ് ഇട്ടേക്കാം പോരെ. ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് സഹോദരൻ അയ്യപ്പനെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തൊരു നല്ല പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പുലയൻ അയ്യപ്പൻ എന്ന് കോൺട്രൈസ് ചെയ്തിരുന്നു. ആ പുലയൻ അയ്യപ്പനായി കോൺട്രൈസ് ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹം തളരുകയോ മാറി നിൽക്കുകയോ ഇല്ല. അതെ, ഞാൻ പുലയൻ തന്നെയാണ്, എനിക്കതിൽ അഭിമാനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് മനുഷ്യനെ ജാതി അടിസ്ഥാനത്തിൽ വിഭാഗിച്ച് അധകൃതനെന്നും അധപ്പതിച്ചവനെന്നും ഒക്കെ പറഞ്ഞ് നീക്കി നിർത്തുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഈ ജാതി വ്യവസ്ഥ തന്നെ ഇല്ലാതാകണമെന്ന് വാദിക്കുന്ന ഒരു വ്യക്തിയായ എന്നെ ആ ജാതി വ്യവസ്ഥ പറഞ്ഞു എന്നൊരു കള്ളനാണയം കൊണ്ടുവന്ന് താഴ്ത്താമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കേസുകെട്ടല്ല എന്ന് ചുരുക്കം. നിങ്ങൾക്ക് ഒരു പക്ഷെ ഷെഡ്യൂൾ കാസ്റ്റ് ആണ് എന്ന് താനെന്ന് പറയാൻ വിഷമമുണ്ടായിരിക്കും. എനിക്കത് അഭിമാനമാണ്. ഞാൻ അങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ എനിക്കത് അഭിമാനമാണ്. ബിക്കോസ് ഐ ആം റിസർവ്ഡ് ഫോർ സംതിങ്. സംവരണം കിട്ടുക എന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യമല്ല. ആ പട്ടികയിൽപ്പെട്ട ഒരാളാണെന്ന് ഞാൻ പറയുന്നത് എനിക്ക് അഭിമാനം തന്നെയാണ്. എൻ്റെ കളറ് അത് ആർക്കും എപ്പം വേണം. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വെളുത്ത മുഖമൊന്നുമല്ല. ചില നേരത്തൊക്കെ വെയിൽ ഒരു 2 ദിവസം നല്ലപോലെ വെയിൽ ഉള്ളെങ്കിൽ ബ്രൗൺ അടിക്കും, മുഖത്തൊക്കെ കുരുക്കൾ വരും, ചിലപ്പോൾ വെച്ച് കഴിയുമ്പോഴത്തൊക്കെ ചുക്കി ചൊളിയും. സൗന്ദര്യം എന്ന് പറയുന്നത് അത് ആർക്കും എപ്പോൾ വേണമല്ലോ നൈമിഷികമാണ്. ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോകാൻ പറ്റുന്ന ഒരു സംഗതി. അത്രയേ ഉള്ളൂ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ സ്വഭാവം, അതിനാണ് സൗന്ദര്യം വേണ്ടത്. അല്ലാതെ ഈ മുഖത്ത് ചന്തത്തിനല്ല. അത് അത്യാവശ്യം ഡെവലപ്പൊക്കെ ചെയ്ത് നിർത്താൻ പറ്റും. അത്യാവശ്യം ക്രീമും പുട്ടിയൊക്കെ വാരി അടിച്ചാൽ കാണാൻ വൃത്തിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കാൻ സാധിക്കും എന്നുള്ളത് വസ്തുത. അല്ലാത്ത പക്ഷെ ഇതൊക്കെ നൈമിഷികമായ എല്ലാ തകരാറുകളുമാണ്. എന്ത് നഷ്ടപ്പെട്ടു പോകാമെന്ന ഒരു തോട്ടിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരു കുന്തവും ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുക. എന്ത് നെക്സ്റ്റ് മൊമെന്റിൽ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകും എന്ന തിരിച്ചറിവോടുകൂടി ജീവിക്കുന്ന ഒരു സ്ത്രീയെ ഉടുക്കൂട്ടി പേടിപ്പിക്കരുത്. അത്രയേ ഉള്ളൂ. വളിവിട്ടാലൊന്നും പേടിയാവൂല കേട്ടോ. അതൊക്കെ സ്വയം തോന്നുന്നൊരു തോന്നലാണ്. അത്തരം തോന്നലുകൾ കൊണ്ട് ഇങ്ങോട്ട് തള്ളി കയറുന്നതിന് മുമ്പേ ഒരു കാര്യം ഓർക്കുക. ഫെമിനിസം ഒന്നും മാത്രമല്ല, നിങ്ങളുടെ അറഞ്ചം പുറഞ്ഞ് ഞാൻ വലിച്ചു കീറി മിറ്റത്തിടും. കാരണം എൻ്റെ കയ്യിലുള്ളത് ആശയമാണ്. പ്രത്യാശയം കൊണ്ടുവന്നാൽ സംസാരിക്കാം, കളവ് കൊണ്ടുവന്നാൽ അണ്ണാക്കി ഞാൻ കയറിയിരുന്ന് ബോംബ് പൊട്ടിക്കും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അത് കുറച്ച് പേഴ്സണാണ്. ശരിയല്ല, ഇന്ന് ലൈവ് വരില്ല എന്നല്ലേ പറഞ്ഞ. ഞാൻ വീടെത്തിയപ്പോൾ ഞാനങ്ങ് വന്നു പോയില്ലേടെ. സോറിയുടെ, ക്ഷമിയടെ. ഒരു അബദ്ധത്തിൽ അങ്ങ് വന്നു പോയി. നിങ്ങൾ ക്ഷമിക്കേ. ചേച്ചി എന്താ പ്രശ്നം? അല്ലടെ, ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടു. ആ വീഡിയോയെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. അത് പറഞ്ഞേ ഉള്ളൂ. അത് അത്ര വലിയ ഇഷ്യൂ ഒന്നുമല്ല. ജാസ്മിൻ പുറത്തിറങ്ങിയാൽ മാഷാള്ള ഹാഷ്ടാഗ് ഇട്ടിട്ട് 2-3 വീഡിയോ ഇടുമ്പോഴേക്കും എല്ലാം പഴയ പോലെയാകും. കറക്റ്റാണ്, ശരിയാ, അത് ശരിയാണ്. പൂജ ഇഷ്ടമാണോ? അല്ല. ജാസ്മിൻ ലവ് ഗബ്രി ബെസ്റ്റി, റസ്മിൻ ക്രഷ്, ശ്രീതു ലവ് അർജുൻ. അയ്യേ, ഇതൊക്കെ ആരാ പറയണേ? പൂജ കൃഷ്ണയ്ക്ക് സ്വന്തമായിട്ടുള്ള അഭിപ്രായമില്ല, സംസാരിക്കാൻ അറിയില്ല. കറക്റ്റ്. ചേച്ചി സത്യഭാമയുടെ കേസ് അത് ചോദിച്ചുകൊണ്ടാണ് ആ വിഷയത്തിലേക്ക് ഞാൻ വന്നു പോയത് കേട്ടോ. സിബിൻ അടിപൊളിയായി പവർ ഉപയോഗിച്ചു. കറക്റ്റാണ്. സിബിന് നന്നായിട്ട് പ്ലേ അറിയാം. ടാലന്റ് ഉള്ളൊരുത്തനാണ് കേട്ടോ. ടീം വർക്ക് എങ്ങനെ ചെയ്യണം,
എങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു പയ്യൻ. സൂപ്പർ കേട്ടോ. ഞാൻ അവൻ്റെ ഫാനാണ്. പോളി സാധനം സത്യം. അപ്പോൾ ശരി, എന്നാൽ ഞാൻ കയറിപ്പോയിക്കോട്ടെ. ഞാൻ വീട്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ. നാളെ കാണാം. വീണ്ടും പുതിയൊരു വിഷയമായിട്ട് നാളെ കാണുന്നതായിരിക്കും. പിന്നെ നമ്മുടെ പൂജാ ഭട്ടിനെ പറ്റിയിട്ട്, അതായത് ഇവിടുത്തെ ഏറ്റുമാനൂർ വെടിക്കെട്ടിനെ പറ്റി ഞാൻ നാളെ ഒരു കൺക്ലൂഷൻ, അതായത് ഒരു ബിഗ് വീഡിയോ ആണ്, ഒരു 2 hours ഉള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് അതൊന്ന് കാണണം. ഒരു റിക്വസ്റ്റ് ആണ്. കാരണം ഞാൻ ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ പെൺവാണിഫമാണ് നടത്തുന്നത് എന്ന് വരുത്തി തീർക്കാൻ ഇവളുടെ തന്നെ അതുപോലെ കുറെ ടീമുകൾ എപ്പോഴും അയക്കുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുമോ, എന്നെ ഒന്ന് സഹായിക്കുമോ, ഇങ്ങനെ കുറെ ടൈമൊക്കെ പറഞ്ഞ് കുറെ പേര് വരുന്നുണ്ട്. എനിക്കറിയാതെ എന്തിനാണ് വരുന്നത്. ജെന്യുവൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അപ്പുറത്തുനിന്ന് വരുന്ന പാരയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഞാനൊരു സപ്പോർട്ടും ചെയ്യാനും പോകുന്നില്ല, താല്പര്യവുമില്ല. പക്ഷെ അതുപോലെ രീതിയിൽ എനിക്കൊരു അബദ്ധം പറ്റിയിരുന്നു 2020 ദുബായിലിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു മാഡം. പക്ഷെ അത് എൻ്റെ കൂടെ വന്ന് നിന്നൊരു കുഞ്ഞും അതിൻ്റെ കൂട്ടുകാരി എന്ന വ്യാജേന ഇവള് വന്ന് അവിടെ കയറിയിരുന്നത്. അതും നമ്പർ 1 പടക്ക കേസാണ്. ആള് നിങ്ങളറിയാം, റംല താമി എന്നാ പേര്. അപ്പൊ ഈ 2 എണ്ണവും കൂടെ ചേർത്ത് അവിടെ വെച്ച് നമുക്കിട്ടൊരു പണിയാൻ നോക്കി. ഞാൻ 22 വർഷമായിട്ട് ഒരേ വീട്ടിലാണ് താമസിച്ചത്. ഞങ്ങൾ വേറെ വീടൊന്നും മാറി പോയിട്ടില്ല. എൻ്റെ അതേ സ്പോൺസറിന്റെ അതേ വീട് തന്നെയായിരുന്നു അത്. അതുകൊണ്ടും ആ സ്പോൺസറിന്റെ മക്കളൊക്കെ തന്നെ അത്രയും സപ്പോർട്ട് ചെയ്തതുകൊണ്ടും അവരൊക്കെ 6ഓളം പേര് പോലീസുകാരാണ്, അധികാരികൾ തന്നെയാണ്. അവരെല്ലാവരും അത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് അന്ന് ഈ ഒരു ചീത്ത പേരിൽ നിന്ന് ഞാൻ അവിടെ രക്ഷപ്പെട്ടത്. എനിക്ക് എൻ്റെ 22 വർഷത്തെ പ്രവാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ളൊരു വർത്തമാനമാണ് പറഞ്ഞത്. അത് എങ്ങനെ, ആർ വഴി, എന്തിന്, ആരൊക്കെ ചെയ്തു എന്നുള്ള കൃത്യമായ ഡോക്യുമെന്റ്സ്, അതായത് ഷബീർ ഷാ എന്നൊരു വ്യക്തിയെ കൊണ്ട് ഈ വൃത്തികേട് പറയിപ്പിച്ചതും ചെയ്യിപ്പിച്ചതുമാണെന്ന് ഷബീർ ഷാ തന്നെ പറയുന്ന വോയിസ് ഉൾപ്പെടെ ഒരു 2 hours ലൈവ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് മൈ കൺക്ലൂഷൻ. അതിനുശേഷം വീണ്ടും ഒരു 18ഓളം വീഡിയോ ഉണ്ട്, അത് ഞാൻ പയ്യെ അപ്ലോഡ് ചെയ്യും. പക്ഷെ അത് വാണ്ടഡ് ആയിട്ടുള്ള, നെസസറി ആയിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് അത് ഞാൻ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യും. ഇപ്പം ഞാൻ ചെന്നിട്ട് അതൊന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് അത് വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യും. സോ പ്ലീസ് അതൊന്ന് വാച്ച് ചെയ്യുക. അതെനിക്ക് റവന്യൂവിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇടുന്നത്, ജസ്റ്റ് ഇൻഫോം ദ പീപ്പിൾ. ഒരു വ്യക്തിയെ അടിച്ചൊതുക്കാൻ, ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ, അതും എനിക്ക് കുറച്ച് വസ്തു ഉണ്ടായിപ്പോയി. ആ വസ്തു അടിച്ചു മാറ്റാൻ പറ്റാത്തത് കൊണ്ട് ആ വ്യക്തിയെ ഇല്ലാണ്ടാക്കാൻ ഒരു വേശ സ്ത്രീ ചെയ്ത കുൽസിതങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പൊ അതിന്റെ കൃത്യമായ എവിഡൻസ് ഞാൻ ഫുള്ളി വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നാളെ ഞാനത് ഓപ്പൺ ആക്കും. പ്ലീസ് നിങ്ങൾ കാണുക. നിങ്ങൾ അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അത് നിങ്ങളൊന്ന് കാണണം കേട്ടോ. അറ്റ്ലീസ്റ്റ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എങ്കിലും അതൊന്ന് കണ്ടിരിക്കണം. അതൊരു അനിവാര്യമായ വീഡിയോ ആണ്. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകും. അപ്പുറത്തുള്ള പൂച്ചാണ്ടി പറയണത് കേട്ടിട്ട് നിങ്ങൾക്ക് പലതും തോന്നാൻ ചാൻസസ് ആർ ദെയർ. പിന്നെ ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാനുണ്ട്. ഈ തന്ത എവിടെ, മക്കളുടെ തന്ത എവിടെ, അതെവിടെ, ഇതെവിടെ എന്നൊക്കെ ചോദ്യം ചെയ്യാൻ തന്തപുരാണമോ തന്തയ്ക്ക് വേണ്ടി കരയുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ വാപ്പ 12 വയസ്സുള്ള കുട്ടീൻ്റെ മുലകേറി പിടിച്ച ചരിത്രമോ പോക്സോ കേസോ ഇല്ല. എൻ്റെ വാപ്പയുടെ പേർക്കില്ല. എൻ്റെ വാപ്പ മരണം വരെ ഒരു പെൺകുട്ടികളെയും ദ്രോഹിച്ചതായോ ബലാത്സംഗം ചെയ്തതായോ ചീത്ത ചെയ്തതായോ ഇതുവരെ ഒരു പോലീസ് അധികാരികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉമ്മായും വാപ്പായും ഒരേ സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. അവർ രണ്ടുപേരും ഒരേ നാട്ടുകാരാണ്. അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ആ നാട്ടിൽ തന്നെ ജനിക്കാനും ആ നാട്ടിൽ തന്നെ ജീവിക്കാനും സാധിച്ചത് എൻ്റെയും പുണ്യമായിട്ട് ഞാൻ കരുതുന്നു. സോ അങ്ങനെയുള്ള എനിക്ക് എൻ്റെ ഈ മരിച്ചുപോയ വാപ്പായെ എഴുന്നേപ്പിച്ചു കൊണ്ടുവന്നു ഇതാണ് എൻ്റെ വാപ്പ എന്ന് പറയാനും മാത്രം അത്ര വാല്യൂ ഈ പറയുന്ന വേശകൾക്ക് ഞാൻ കൊടുക്കുന്നില്ല. അതൊരു പോയിന്റ്. ഇനി എൻ്റെ കുട്ടികളുടെ അപ്പന് വേണ്ടിയിട്ട് ഞാൻ കേസ് കൊടുക്കാൻ പോയിട്ടില്ല. പേപ്പറിൽ പരസ്യം ചെയ്തിട്ടില്ല. എൻ്റെ കൊച്ചിൻ്റെ അപ്പനെ കാണാനില്ലേ എന്ന് നിലവിളിച്ചുകൊണ്ട് ഞാൻ പേപ്പറിൽ പരസ്യം കൊടുത്തിട്ടില്ല. കുറെ തന്തയില്ലാത്ത മക്കളെ വളർത്തുന്നവർക്കാണ് ഈ തന്ത എവിടെ എന്ന് ചോദ്യം. സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ചോദിച്ചാൽ എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. കാരണം ഇല്ലാത്ത അപ്പനെ തിരക്കി നടക്കുന്ന നിന്റെ മക്കൾക്ക് ആദ്യം തന്ത ഉണ്ടാക്കാൻ നോക്കുക, എന്നിട്ട് എൻ്റെ കൊച്ചുങ്ങൾക്കും എനിക്കും തന്തയ്ക്ക് വന്നാൽ മതി. ഞങ്ങൾ ഇവിടെ ആരും തന്തയില്ല, തന്ത എവിടെ, തന്തയ്ക്കെതിരെ കേസ്, ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങളുടെ കുടുംബത്തിലില്ല. അതായത് തന്തപ്പടി ഇല്ലായോ, തന്തപ്പടി ഉണ്ടായോ, ഭർത്താവ് കളഞ്ഞോ, ഭർത്താവ് കൂടെ ഇല്ലയോ, ഒക്കത്തിനും എതിരായിട്ടുള്ള കേസോ വഴക്കോ ഒന്നും ഞങ്ങളുടെ ഹിസ്റ്ററിയിലേ ഇല്ല. പിന്നെ വേറൊരുത്തിയുടെ വീഡിയോ ഞാൻ ഇന്നാണ് കണ്ടത്, കടപ്പുറം കക്കൂസിന്റെ വാപ്പായെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കക്കൂസ് ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. എടി കക്കൂസെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിന്റെ വീട്ടിൽ ഈ ഒരു കാരണവരും ഉണ്ടായിരുന്നിട്ടാണോ നീ 2 വട്ടം കണ്ടവന്റെ കൂടെ ഇറങ്ങി ഓടിയത്?
ദീനുൽ ഇസ്ലാമൊക്കെ പഠിപ്പിച്ച നിന്റെ സഹോദരൻ, എന്താ കാപ്പിലായ നിന്റെ സഹോദരനും കൂടെ ഇരുന്നപ്പോൾ തന്നെയാണോ നീ ഈ പോക്കൃത്തരം കാണിച്ചത്? അപ്പൊ തന്തയില്ലാഴിക കാണിച്ചത് ഞാനാണോ നീയാണോ? എന്റെ നാട്ടിൽ അങ്ങനെ പറയുന്നുണ്ടോ ഞാൻ ഇറങ്ങി ഓടിയെന്ന്? എവന്റെങ്കിലും കൂടെ ഇറങ്ങി ഓടിയെന്ന് എന്റെ നാട്ടിൽ പറയുന്നുണ്ടോ? എന്റെ വീട്ടുകാർ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അത് ആരാ പറയണേ? അത് നീയാ പറയണേ. നീ നിന്റെ കുടുംബക്കാരുവാ പറയണേ. ആൾ ദ ബെസ്റ്റ്. എന്താടി തന്തയില്ലാത്തോളെ, എന്നെ വെച്ച് നിനക്ക് തിന്നണ്ടേ? നിർത്തിയാ നീ? നിർത്തരുത്. നീ വീണ്ടും തുടങ്ങണമെന്നാണ് എന്റെ ആഗ്രഹം. നീ വീണ്ടും തുടങ്ങണ്ടേ? നിനക്ക് വ്യൂ കൂട്ടണ്ടേ? നീ തുടങ്ങ്. നീ അതെല്ലാം അവിടെ നിൽക്കട്ടെ. തന്തയില്ലാത്ത രണ്ടെണ്ണത്തിനെ കൊണ്ട് നടക്കുന്നോളാണ് എന്റെ കുട്ടികളുടെ തന്ത കാര്യം പറയുന്നത്. ഇതാണ് പടുകോമഡി. ഈ പറയുന്നോക്കും തന്തയില്ല, അവളുടെ കൊച്ചുങ്ങൾക്കും തന്തയില്ല, ദൈവക്കും തന്തയില്ല, അവളുടെ കൊച്ചുങ്ങൾക്കും തന്തയില്ല. തന്തയുടെ ഫോട്ടോ ഒന്ന് വെച്ച് കാണിക്കാൻ പറ്റും? ഉപ്പ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് റൈറ്റ് സൈഡിൽ നിർത്തിയനായിരുന്നു. ഉപ്പ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ. ഇല്ല, ഇല്ലാത്ത ഒരാളാണ്. എൻ്റെ ഉമ്മച്ചിയുടെ ഫോട്ടോ ആണ്. ഇതുപോലെ അവളുടെ കുടുംബക്കാരെങ്കിലും കൊണ്ടുവന്ന് നിർത്താൻ പറ്റും? ഒരു ഫോട്ടോ ഇടാൻ പറ്റൂ? പറ്റൂല. എന്തുകൊണ്ട് പറ്റൂല? കള്ളിയാണ്. എന്ത് കള്ളത്തരം? തട്ടിപ്പ് റാണി, വിസ കള്ളി, വിസ തട്ടിപ്പ് റാണി. കുടുംബമില്ല കൂടെ. ഇല്ലാത്ത കുടുംബത്തിനെ മോഞ്ഞോണ്ട് എന്റെ തലയിലോട്ട് വരണ്ട. അത് നടക്കണ കേസില, നടപടിയാവത്തില്ല. ദാറ്റ്സ് ഇറ്റ്. നീ എന്തു വഴി എഴുതിയിട്ട് കണ്ട പിള്ളേര് തന്തയുടെ തന്തയില്ല. അയ്യോ, എനിക്കിപ്പോ തന്തയില്ലെന്ന് പറഞ്ഞിട്ട് ആരും വന്ന് നിന്റെ അടുത്ത് ശല്യം ചെയ്തില്ല. എനിക്ക് തന്തയില്ലാത്തോണ്ട് നിന്നെ വന്ന് കടിച്ചാ? ഇല്ലല്ല, ഞാൻ പിഴച്ചു പോയാ. വേറെ ഏതെങ്കിലും രീതി ഏതെങ്കിലും ആണുങ്ങൾ കരയണ? 3 പിള്ളേരുടെ തന്തയെ പിടിച്ചു വെച്ച് ഞാൻ തിന്നാ? ഇല്ലല്ല. നീ 2 പിള്ളേരുടെ തന്തയെ പിടിച്ച് കൂടെ വെച്ചിരിക്കുന്നു. 2 പിള്ളേർക്ക് അനാഥത്വം കൊടുത്ത് നീ കൂടെ വെച്ചിരിക്കുന്നു. റമീ റഹ്മാന്റെ വെപ്പാട്ടി, അതായത് റമീ റഹ്മാന്റെ കെട്ടിയവന്റെ വെപ്പാട്ടിയായ ഒരുത്തി ഇരുന്നോണ്ട് പറയുന്നത് എന്റെ കെട്ടിയവൻ. എവിടുന്നടിയത്? എങ്ങനെ വകുപ്പാകും? റമീ റഹ്മാൻ മരിച്ചു പോയത് 2019 2019 ശേഷമല്ലല്ലോ നീ 3 തൂറിയിട്ടത്? ആണാ? അല്ലല്ല. 2019 മുമ്പേല്ലേ നീ തൂറിയത്? അപ്പൊ നീ വെപ്പാട്ടിയായിട്ടിരുന്ന് ഉണ്ടാക്കിയതല്ലേ. 2019 വരെ റമീ റഹ്മാൻ ഡിവോഴ്സ് കൊടുത്തിട്ടില്ല എന്ന് വെച്ചാ കൂടെ ഉള്ളവൻ വെപ്പാട്ടൻ, നീ ഒരു വെപ്പാട്ടി. വെപ്പാട്ടനും വെപ്പാട്ടിയും കൂടെ ഇരുന്ന് തന്തയില്ലാത്ത മച്ചങ്ങളെ ഉണ്ടാക്കിയിട്ട് ചെബീനാടെ കൊച്ചുങ്ങളുടെ തന്തയെ അന്വേഷിക്കുന്നു. എന്റെ കെട്ടിയം വന്ന് പറഞ്ഞാ ഞാൻ ഭാര്യയല്ലെന്ന് പറഞ്ഞാ? ആരെങ്കിലും പറഞ്ഞാ? ശല്യം ചെയ്താ? കേസുണ്ടാ? നീ അല്ലേ കഴുത്തിൽ റിങ്ങും ഇട്ടോണ്ട് കോടതി തോറും കിടന്ന് മോങ്ങി ലൈഫിൽ വിട്ടത്? വേണോ അതും കൂടെ കൊണ്ടുവന്ന് വെക്കണോ? ഞാന് ആ സീനാരിയും കൂടെ കൊണ്ടുവന്ന് വെക്കണോ? നീ പിന്നെ കുടുംബ കോടതി കിടന്ന് ഷോ കാണിച്ചത്, മക്കളെയും കൊണ്ട് ചെന്ന് നിന്റെ കെട്ടിയവന്റെ അടുത്ത് ഷോ കാണിച്ചത്, രംഗേഷിനെ കൊണ്ടുവരണോ വർത്താനം പറയിക്കാൻ? കൂട്ടിയിട്ട് വരട്ടാ? രംഗേഷ് വന്നിരുന്ന് പറയും. നിന്റെ കെട്ടിയവൻ രംഗേഷ്, അവൻ വന്ന് പറയും കഥ. അത് പറയിക്കണോടി? അങ്ങ് വല്ലത്തുനിന്ന് നിർത്ത് കേട്ടാ. നീ അങ്ങ് കിടന്ന് തെഹളിക്ക. അല്ല, പോയിട്ട് ജാമ്യം എടുത്താക്കളെ. ജാമ്യം എടുത്താടി? ഇല്ലെങ്കിൽ ഉടനെ വരും. എന്റെടി ഒളിച്ച് താമസിക്കുന്ന ഷെബീനെ പോലെ പബ്ലിക്കായിട്ട് വന്നു അതാ ഇതാണ് എന്റെ വീട് എന്ന് പറ. ഇതിനെ പേടിക്കണേ? ആരും ഒന്നും ചെയ്യൂല. ജാമ്യം എടുത്തല്ല, കാശ് കിട്ടാനുള്ളവരും വീട്ടിൽ വന്ന് കഴുത്തി നിൽക്കും അല്ലയോ? സ്ക്രൂ വെച്ച് ഓരോരുത്തരെ കൊണ്ടുവരും. അതാ ഞാൻ പറഞ്ഞേ, ധൈര്യസമേതം നിനക്കെതിരെ നിന്നപ്പോ തന്നെ ഞാൻ തീരുമാനിച്ച കാര്യമാണ്. സർവരോടും പറഞ്ഞു വെച്ചതാണ്. ഐ എം ഗോയിങ് ടു ഡു എ വെരി ഗുഡ് ജോബ് ഇൻ മൈ ലൈഫ്. എന്റെ ലൈഫിനൊരു മെസ്സേജ് അല്ലെങ്കിൽ എന്റെ ലൈഫിന് ഒരു നീയത്തുണ്ടായിരുന്നു. അതാണ് ഈ കണ്ടത്. മനസ്സിലായില്ല? ഓരോരുത്തർക്കും ഒരു നിയോഗം ഉണ്ടെന്ന് പറയത്തില്ല, ആ നിയോഗമാണ് ഇപ്പൊ കണ്ടത്. ഇത് പേഴ്സണലാണേ. പോട്ടെ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. നാളെ കാണാം കേട്ടാ. ഞാനത് കേട്ടിരുന്നു, അതിന് മറുപടി വേണ്ടി തന്നെ. ശരി, വണ്ടി ആക്സിഡന്റ് കേസ് പറയുന്നത് കേട്ടു. രഘുച്ചേട്ടാ, വണ്ടി ഉണ്ടെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാവും. അതിനിപ്പോ എന്താ? വണ്ടിക്ക് ആക്സിഡന്റ് ഉണ്ടാവാൻ പാടില്ലെന്നുണ്ട്. വണ്ടി ഓടിക്കാൻ പഠിക്കണം. അല്ലാതെ റൈറ്റ് സൈഡിൽ കയറുന്ന വെപ്പാട്ടനെ കൊണ്ട് വണ്ടി ഓടിച്ച് ആക്സിഡന്റ് ഉണ്ടാവത്തില്ല. നമ്മൾ ഓടിക്കുമ്പോൾ വണ്ടി ആക്സിഡന്റ് ആവും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അതപ്പോൾ റിവേഴ്സ് കൊണ്ടിടുമ്പോൾ ഒരു പില്ലറുണ്ട്, അതിൽ തട്ടിയാൽ ആക്സിഡന്റ് ആകും. അതിന്റെ അടിയിലെങ്ങാനും പട്ടിയെങ്ങാനും കിടന്നാൽ അതിനെ കയറി ഇടിച്ചാൽ അത് ചത്തുപോകും. അങ്ങനെയൊക്കെ ഉണ്ടാവും. വണ്ടി ആക്സിഡന്റ് അല്ലേ? കള്ളക്കടത്ത് കേസല്ലല്ല, വ്യഭിചാരം അല്ലല്ല, മോളെ കൂട്ടിക്കൊടുപ്പല്ലല്ല, അതൊന്നും അല്ലല്ല. ആണോ? അങ്ങനെ എന്തെങ്കിലും ആണോ? ഒന്നും അല്ലല്ലോ. വണ്ടി ആക്സിഡന്റ് അല്ലേ? അപ്പൊ ശരി കേട്ടോ. നാളെ ഞാൻ ചിലപ്പോൾ രാവിലെ ഒരു 11:30 12 o'clock വരും. ഇല്ലെങ്കിൽ 3 o'clock വരും. ഷാർപ്പ് 3 o'clock വരും. ഈ 2 ടൈമിലായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പോയിട്ട് ഒന്ന് ഡ്രസ്സപ്പ് ഒക്കെ ഇട്ടൊരു 2 hours ഞാനത് അപ്ലോഡ് ചെയ്തേക്കാം. സോ ഡു വാച്ച്. അതിനകത്തുണ്ട് എനിക്ക് പറയാനുള്ളത്, സർവത്രവും അതിനകത്തുണ്ട്. അത് ഞാൻ ഈ 18 വീഡിയോ ആഡ് ചെയ്ത ശേഷം പ്ലേ ചെയ്യിക്കാന്നാണ് വെച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിപ്പോൾ അങ്ങ് ആഡ് ചെയ്യാം. അത് 18 വീഡിയോയ്ക്ക് ശേഷമുള്ള ലാസ്റ്റ് സാധനമാണ്. അത് ഞാൻ ഏർലി ആയിട്ട് അങ്ങ് ഇൻ അഡ്വാൻസ് ചെയ്യുന്നതേ ഉള്ളൂ. വൺസ് ഇതായ ശേഷം ഞാൻ ഇത് വീണ്ടും പ്രൈവറ്റ് ആക്കിയിട്ട് വീണ്ടും ഈ 18 വീഡിയോയ്ക്ക് ശേഷം ആഫ്റ്റർ ആ വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്യും. എന്നാലേ കണ്ടിന്യൂഷൻ കറക്റ്റ് കിട്ടുകയുള്ളൂ. ഓക്കെ.
സിബിൻ ടോപ്പ് 5 ഉണ്ടാവും കേട്ടോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറയടോ. ഡേ നിങ്ങളിത് കാണുന്നില്ല, നോക്കി ഇപ്പൊ എത്ര ലൈക്ക്, 8 ലൈക്കാണ്. ഇപ്പൊ എത്ര പേര്, 100 എബോവ് ആൾക്കാർ കാണുന്നു. നിങ്ങൾക്കൊന്ന് ലൈക്ക് ചെയ്താൽ എന്തുവാടോ, കൈക്ക് എന്തെങ്കിലും വേദന തോന്നുന്നു? ഒരു ലൈക്ക് ചെയ്യപ്പ. ഒന്ന് ലൈക്ക് ചെയ്യുന്നതിൽ ഇപ്പൊ എന്താ വിഷമമായിരിക്കണേ? ഒരു ലൈക്ക് ചെയ്യുന്നതിൽ ഇപ്പൊ എന്താ പ്രോബ്ലം ആയിരിക്കുന്നത്? ഒന്ന് ലൈക്ക് ചെയ്തൂടെ? ഇവിടത്തെ അല്ല, ആ ലൈക്ക് ബട്ടണിലൊന്ന് ഞെക്കി പൊട്ടിച്ച്. ഗുഡ് നൈറ്റ്.